ഇപ്പോൾ ഇക്കൂട്ടർ ഞാൻ RSS പക്ഷപാതിയാണ് എന്ന പ്രചരണം അഴിച്ചുവിട്ടിരിക്കുക. അത് ജമാഅത്തെ ഇസ്ലാമിയും അത് പിന്നെ UDF ഏറ്റെടുത്ത് UDF ആകെയുമാണ് ആ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന് പച്ചക്കള്ളം പ്രചരിപ്പിക്കുകയാണ്. അത് RSS മുമ്പ് ചെയ്തിട്ടുള്ളതാണ്. ഒരു RSSകാരനെ അത്തരം നിലപാട് സ്വീകരിക്കുന്ന ഒരാൾ എന്നെ കാണാൻ വന്നു, ഞങ്ങൾ കൂടിക്കാഴ്ച നടത്തി എന്ന് ആദ്യം ഒരു നുണ പ്രചരിപ്പിക്കുക. ആ വിഷം പല നിറത്തിലുണ്ടാവും. അതിന് നമ്മൾ ഭൂരിപക്ഷ വർഗീയത, ന്യൂനപക്ഷ വർഗീയത എന്നൊക്കെ വിശേഷിപ്പിക്കുന്നുണ്ടാവും. പക്ഷെ ഏത് നിറത്തിൽ വന്നാലും മാരക വിഷമാണ്. ഈ വർഗീയവാദികൾക്കെതിരെ അവസാന ശ്വാസം വരെ നിലപാട് സ്വീകരിക്കും. ഇവരുടെ ആരുടെയെങ്കിലും ചാപ്പേടിയോ അധിക്ഷേപമോ നമ്മുടെ നിലപാടുകളെ ഉലയ്ക്കുകയേയില്ല. എത്ര കടുത്ത ആക്രമണം വരുന്നോ അത്ര കടുത്ത വർഗീയ വിരുദ്ധ നിലപാട് നമ്മൾ സ്വീകരിക്കും. അതാണ് ഈ സമൂഹത്തിന് ആവശ്യം. മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയ നേതൃത്വം തന്നെ ഇവരായി മാറുകയാണ്. മുമ്പ് അങ്ങനെ ആയിരുന്നില്ല. മുമ്പ് ലീഗ് ജമാഅത്തെ ഇസ്ലാമിയുമായി യോജിച്ചിട്ടില്ല. തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ടാവും. ഞാൻ പറഞ്ഞു, തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുന്നതും രാഷ്ട്രീയ പാർട്ടികൾ എന്ന നിലയിലോ കക്ഷികൾ എന്ന നിലയിലോ യോജിക്കുന്നൊക്കെ രണ്ടാണ്. ഇതിലൊക്കെ വ്യത്യാസങ്ങളും. എന്നാൽ ഇപ്പൊ മുസ്ലിം ലീഗിന്റെ ഒരു രാഷ്ട്രീയ നേതൃത്വം ഇവരായി മാറും. ഇപ്പൊ മുഖ്യമന്ത്രി വാഹനത്തിൽ കയറി പോകാൻ നേരത്തെ ഇദ്ദേഹം നേരെ വരുന്നു. അപ്പൊ 86 വയസ്സുള്ള ഒരാൾ ഈ 300-350 മീറ്റർ ദൂരം വെയിൽ കൊണ്ട് നടന്നു പോകണം, അതുകൊണ്ട് നിങ്ങൾ എന്റെ കാറിൽ കയറരുത് എന്ന് മുഖ്യമന്ത്രി പറയണമോ എന്നതാണ് ചോദ്യം. സാധാരണഗതിയിൽ ആരായാലും ഞാൻ വിചാരിക്കുന്നു ഏത് മനുഷ്യനായാലും അത്തരം ഒരു സാഹചര്യത്തിൽ കാറിൽ കയറുമ്പോൾ ആ പരിപാടിയിൽ പങ്കെടുക്കേണ്ട ഒരു ക്ഷണിക്കപ്പെട്ട സമുദായ നേതാവ് നിലയിൽ ക്ഷണിക്കപ്പെട്ട ഒരാൾ കാറിലേക്ക് കയറാൻ വന്നാൽ തടയുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കേരളത്തിലെ ഏറ്റവും വലിയ വെല്ലുവിളി ജമാഅത്തെ ഇസ്ലാമിയാണെന്ന തരത്തിലുള്ള അതിശയോക്തിപരമായ ഒരു പ്രചരണത്തിലേക്ക് ഞങ്ങൾ പോയിട്ടില്ല. അങ്ങനെ ഒരു നിലപാട് ഞങ്ങൾക്കില്ല. അവരൊന്നും അല്ല ഏറ്റവും വലിയ ശക്തി, ഏറ്റവും വലിയ വെല്ലുവിളി. ഏറ്റവും വലിയ വെല്ലുവിളി RSS തന്നെയാണ്. ആ RSSന്റെ ഭീഷണിയെ കൂടുതൽ ശക്തിപ്പെടുത്താൻ ഇവരും സഹായിക്കുന്നു. അവരാദ്യം തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുമായിരുന്നില്ല. പറയുന്ന കേട്ടതൊന്നും എല്ലാ കാലത്തും ഇടതുപക്ഷത്തിന് വോട്ട് അല്ല, അവര് വോട്ട് ചെയ്യുമായിരുന്നില്ല. വോട്ട് രേഖപ്പെടുത്തുന്നത് അനിസ്ലാമികമാണ് എന്ന് കരുതുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്തവരാണ്. എപ്പോഴെങ്കിലും ഒന്ന് ഒരു കുറിപ്പിട്ടാൽ ചിലപ്പോൾ അതിനോട് പ്രതികരിക്കുന്നവരുണ്ടാവും. എവിടെയായിരുന്നു ഇത്ര കാലം, മാളത്തിൽ നിന്ന് പുറത്തിറങ്ങി അങ്ങനെ പറഞ്ഞാൽ എന്താണ് അർത്ഥം? പറയായിട്ട് സോഷ്യൽ മീഡിയയിൽ വന്നിട്ടുണ്ട്. നിങ്ങൾ ഒന്നുകിൽ സോഷ്യൽ മീഡിയയിൽ സദാ സാന്നിധ്യം ഉണ്ടാവണം. രാവിലെ നിങ്ങളുടെ ഒരു ഫോട്ടോ, നിങ്ങൾ നടക്കുന്ന ഒരു ഫോട്ടോ, ഇരിക്കുന്ന ഒരു ഫോട്ടോ, ചിരിക്കുന്ന ഒരു ഫോട്ടോ, തിന്നുന്ന ഒരു ഫോട്ടോ, ഇങ്ങനെയുള്ള ഫോട്ടോ ഒക്കെ ഇട്ടുകൊണ്ടിരിക്കണം. അല്ലെങ്കിൽ നിങ്ങൾ ടെലിവിഷൻ ചാനലിൽ വരണം, വൈകിട്ടത്തെ ചർച്ചയിൽ വരണം, ചാനൽ പരിപാടികളിൽ കാണണം. ഇങ്ങനെ ഞാനിവിടെ ഉണ്ട് എന്നിങ്ങനെ അറിയിച്ചുകൊണ്ടേയിരിക്കണം. ഇല്ലെങ്കിൽ നിങ്ങൾ മരിച്ചുപോയി എന്ന് കരുതും. അപ്പോൾ നിങ്ങൾ മരിച്ചില്ലേ ആളുകൾ ചോദിക്കും. ഇവിടെ ഉണ്ടെന്ന് അറിയിക്കുവാൻ അല്ലെ, മറ്റേ പി രാമേന്ദ്രന്റെ കവിത പറഞ്ഞു, മധുരമായ ഒരു ഭൂവൻ മാത്രം മതി എന്നൊക്കെ പറഞ്ഞ പോലെ വർത്തമാനകാല രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ മുഖം അങ്ങനെയാക്കി കുറെ വങ്കന്മാർ മാറ്റിയിട്ടുണ്ട്. അങ്ങ് സംഘപരിവാറുമായി സന്ധി ചെയ്ത ഒരാളാണ് എന്ന് പറയുകയും അതിന് വ്യാപകമായ പ്രചാരം കൊടുക്കുകയും CJP എന്ന് പറയുന്ന പ്രയോഗം ഉണ്ടാവുന്നു, സംഘാവ് എന്ന് പറയുന്ന പ്രയോഗം ഉണ്ടാവുന്നു. ഈ പ്രചാര വേലകൾ ഉപയോഗിച്ച് കേരളത്തിലെ മുസ്ലിം ഏകീകരണം ഈ തെരഞ്ഞെടുപ്പിൽ സാധ്യമായിട്ടുണ്ട് എന്ന് പറയുന്ന ആത്മവിശ്വാസത്തോടു കൂടിയാണ് ഇവിടുത്തെ വലതുപക്ഷം ഇരിക്കുന്നത്. ഈ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ പലരും നേരിട്ടിട്ടുള്ള ഒരു വെല്ലുവിളിയാണ് അവരെ എപ്പോഴും ന്യൂനപക്ഷ വിരുദ്ധരായി, മുസ്ലിം വിരുദ്ധരായി ചിത്രീകരിക്കുന്ന ഒരു പ്രവണത. ഇപ്പോൾ മലബാർ കലാപത്തിനെ ഒരു വർഗ സമരമാണെന്ന് വിളിച്ചത് EMS ആണ്. അവിടെ നിന്ന് മുമ്പോട്ട് വന്നാൽ ഇപ്പോൾ ഈ ജനറേഷനിൽ ഇപ്പോൾ ബാബറി മസ്ജിദിന്റെ വിധി വന്നപ്പോൾ അങ്ങ് പറഞ്ഞ സ്റ്റേറ്റ്മെന്റാണ്, അങ്ങയുടെ സ്വാഭാവികമായ അങ്ങ് നടത്തിയ പ്രതികരണമാണ് ഇന്നും കേരളത്തിൽ എമ്പാടും ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെടുന്നത്, കോട്ട് ചെയ്യപ്പെടുന്ന ഒരു പ്രതികരണം അങ്ങ് നടത്തിയതാണ്. അത് ഇടതുപക്ഷത്തിന്റെ നിലപാടുകളുടെ ആകത്തുകയുമായിരുന്നു ആ പ്രതികരണം എന്ന് പറയാം. പക്ഷേ അങ്ങ് സംഘപരിവാറുമായി സന്ധി ചെയ്ത ഒരാളാണ് എന്ന് പറയുകയും അതിന് വ്യാപകമായ പ്രചാരം കൊടുക്കുകയും ഇപ്പൊ CJP എന്ന് പറയുന്ന പ്രയോഗം ഉണ്ടാവുന്നു, സംഘാവ് എന്ന് പറയുന്ന പ്രയോഗം ഉണ്ടാവുന്നു. ഈ പ്രചാര വേലകൾ ഉപയോഗിച്ച് കേരളത്തിലെ മുസ്ലിം ഏകീകരണം ഈ തെരഞ്ഞെടുപ്പിൽ സാധ്യമായിട്ടുണ്ട് എന്ന് പറയുന്ന ആത്മവിശ്വാസത്തോടു കൂടിയാണ് ഇവിടുത്തെ വലതുപക്ഷം ഇരിക്കുന്നത്. കേരളത്തിൽ എനിക്ക് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് എന്ന് പറയുന്നത്, എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു വലതുപക്ഷം ഇത്തരത്തിലൊരു പ്രചരണം ഉണ്ടാവുമ്പോൾ ചരിത്ര വസ്തുതകൾ മുഴുവൻ അതിനെതിരായിരിക്കെ എന്തുകൊണ്ടാണ് ഇതിന് സ്വീകാര്യത കിട്ടുന്നത് എന്നുള്ളതാണ് ഒരു പ്രശ്നം. രണ്ടാമത്തെ കാര്യം, ഈ തെരഞ്ഞെടുപ്പിൽ അത്തരത്തിൽ ഇടതുപക്ഷത്തിനെതിരായ ഒരു മുസ്ലിം ഏകീകരണം ഉണ്ടായിട്ടുണ്ട് എന്ന് അങ്ങ് ധരിക്കുന്നുണ്ടോ? അവസാനം ചോദിച്ചാൽ ആദ്യം പറയാം, ഞാൻ അങ്ങനെ ധരിക്കുന്നില്ല. തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വന്നു കഴിഞ്ഞാലാണ് അതിനെക്കുറിച്ച് സൂക്ഷ്മമായ വിശകലനങ്ങളിലേക്ക് കിടക്കുക. ഞാൻ ഏതായാലും അങ്ങനെ ധരിക്കുന്ന ഒരാളല്ല. അതിങ്ങനെ പല വിധത്തിലുള്ള ഏകീകരണങ്ങൾ ഉണ്ടാക്കാനുള്ള ശ്രമം നടന്നിട്ടുണ്ട്, പക്ഷെ അങ്ങനെ നടന്നു എന്ന് ഞാൻ കരുതുന്നില്ല. മറ്റൊന്ന്, ഇപ്പോൾ പുതുമയുള്ള ഒരു കാര്യമല്ല നിങ്ങൾ ചോദിച്ച ചോദ്യത്തിലുള്ളത്. കമ്മ്യൂണിസ്റ്റുകാരനായി നിൽക്കുമ്പോൾ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭാഗമായി നിൽക്കുമ്പോൾ എല്ലാ ഭാഗങ്ങളിൽ നിന്നുമുള്ള ആക്രമണങ്ങൾ നേരിടേണ്ടതായി വരും. അതൊരു ചരിത്ര വസ്തുതയാണ്.
ഇപ്പോൾ 848 മാനിഫെസ്റ്റോ എഴുതിയത്. മാനിഫെസ്റ്റോയിൽ ആദ്യത്തെ പാരഗ്രാഫിൽ തന്നെ കമ്മ്യൂണിസ്റ്റുകാർക്കെതിരെ നടക്കുന്ന സംഘടിതമായ ആക്രമണത്തെക്കുറിച്ചാണ് മാർക്സും എംഗൽസും എഴുതുന്നത്. എല്ലാ കോണുകളിൽ നിന്നുമുള്ള ആക്രമണം ഏറ്റുവാങ്ങാൻ നിയോഗിക്കപ്പെട്ടവരാണ് കമ്മ്യൂണിസ്റ്റുകാർ എന്നതാണ് വസ്തുത. അത് ചരിത്രത്തിലുടനീളം അങ്ങനെയാണ്. അതിൻ്റെ വളരെ ലഘൂകരിച്ച ഒരു ഉദാഹരണം വേണമെങ്കിൽ സോഷ്യൽ മീഡിയയിൽ നോക്കിയാൽ, ഇപ്പോൾ ഒരു വിഷയത്തിൽ ഒരു രാഷ്ട്രീയ അഭിപ്രായം, ഇപ്പോൾ സംഘപരിവാരത്തിനെതിരെ ഞാനൊരു അഭിപ്രായം പറഞ്ഞു എന്നിരിക്കട്ടെ, അത് ഫേസ്ബുക്കിലോ മറ്റോ പോസ്റ്റ് ചെയ്താൽ അതിൻ്റെ താഴെ സംഘപരിവാർ ആക്രമണം നടത്തുന്നത് സ്വാഭാവികമാണ്. കാരണം അവർക്കെതിരായിട്ടൊരു വിമർശനം പറഞ്ഞിരിക്കുന്നു. അപ്പോൾ അവരുടെ സംസ്കാരത്തിനനുസരിച്ചുള്ള ആക്രമണം അതിൻ്റെ അടിയിൽ വരും. എന്നാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അതിൻ്റെ അടിയിൽ അതിനോട് ചേർന്ന് നിന്ന് ആക്രമിക്കുന്നത് മുസ്ലിം ലീഗാണ്, കോൺഗ്രസ് ആണ്, ജമാഅത്തെ ഇസ്ലാമിയാണ്, എല്ലാവരുമാണ്. അപ്പം നമുക്ക് അത്ഭുതം തോന്നുന്നു. അതെന്താണ്? RSSനെതിരെയാണല്ലോ വിമർശനം, ഇവരെന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്? കോൺഗ്രസിനെതിരെ ഒരു ശക്തമായ വിമർശനം പറഞ്ഞാൽ അതിനടിയിലുള്ള ആക്രമണം ഈ പറഞ്ഞ RSSും കൂടി ചേർന്നാണ്. അപ്പം അത് ഞാൻ വ്യക്തിപരമായി എൻ്റെ ഒരു കാര്യമല്ല പറയുന്നത്. ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഒരു ഏതെങ്കിലും ഒരു പാർട്ടിക്കെതിരായിട്ടുള്ളതാവില്ല, സംസ്ഥാനത്തെ പൊതുവായ ഒരു കാര്യമാണെങ്കിൽ പോലും ഇങ്ങനെയൊക്കെയാണ് നമുക്ക് കാണാൻ പറ്റുക. അപ്പോൾ എല്ലാ വിഭാഗവും കൈകോർത്ത്, എല്ലാ പിന്തിരിപ്പന്മാരും കൈകോർത്ത് കമ്മ്യൂണിസ്റ്റുകാരെ ആക്രമിക്കും എന്നതൊരു ചരിത്ര യാഥാർത്ഥ്യമാണ്. അപ്പോൾ അതിൽ പുതുമയില്ല. അത് നമ്മൾ കമ്മ്യൂണിസ്റ്റായി ഇരിക്കുന്നിടത്തോളം കാലം ഈ ആക്രമണം നേരിടേണ്ടതായിട്ട് വരും. ഇപ്പോൾ മലയാള മനോരമ എന്നെക്കുറിച്ച് നല്ലതായി എന്തെങ്കിലും പറഞ്ഞാൽ എനിക്കെന്തോ പിശക് പറ്റിയെന്ന് സഖാക്കൾ സംശയിക്കണമെന്ന് EMS പറഞ്ഞിട്ടുണ്ട്. മനോരമയുടെ സ്ഥാനത്ത് നമുക്ക് ഇവരൊക്കെ പറയാം. ഇവരെല്ലാം അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കുക. അത് പുതിയൊരു കാര്യമല്ല. ഇപ്പോൾ വർഗീയത ആരോപിക്കുക, അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച ഏറ്റവും വലിയ വെല്ലുവിളി വർഗീയതയാണ്. ഇപ്പോൾ തൊഴിലില്ലായ്മയും ദാരിദ്ര്യവും അഴിമതിയും ഉദ്യോഗസ്ഥ ദുഷ്പ്രഭുത്വവും ഒക്കെ നമുക്ക് രാജ്യം നേരിടുന്ന വെല്ലുവിളികളായി പറയാമെങ്കിലും ഇന്ത്യ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി വർഗീയതയാണ്. കാരണം നമ്മുടെ രാജ്യം വൈവിധ്യങ്ങളാൽ സമ്പന്നമാണ്. ഇന്ത്യയുടെ അടിത്തറ വൈവിധ്യമാണ്. ആ വൈവിധ്യങ്ങളെ വർഗീയത തകർക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ രാജ്യം തന്നെ തകരും. ഞാൻ കൂടുതൽ അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നില്ല. അപ്പോൾ വർഗീയതയ്ക്കെതിരായ നിലപാടെന്ന് പറഞ്ഞാൽ ഒരു ജനാധിപത്യ പ്രവർത്തകൻ, ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ അനിവാര്യമായി സ്വീകരിക്കേണ്ട നിലപാടാണ്. മതമൗലികവാദവും വർഗീയതയും രണ്ടാണ്. വർഗീയത രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി മതത്തെ ഉപയോഗിക്കുന്നതാണ്. ഇത് മതമൗലികവാദവും വർഗീയതയും ഒക്കെ പലപ്പോഴും യോജിച്ച് കൈകോർത്തൊക്കെ വരാറുണ്ട്. വർഗീയതയ്ക്കെതിരായ നിലപാടെന്ന് പറഞ്ഞാൽ എല്ലാത്തരം വർഗീയതയ്ക്കെതിരായ നിലപാടെന്നാണ് അർത്ഥം. അതിൽ അർത്ഥശങ്കയ്ക്കിടയില്ല. നമ്മളൊക്കെ പ്രസംഗിക്കുമ്പോഴോ മറ്റോ ചിലപ്പോൾ കുറച്ച് കൂടുതൽ RSSനെ വിമർശിക്കുന്നുണ്ടാവും. അത് RSS ഇന്ന് ഇന്ത്യ ഭരിക്കാൻ തക്കവണ്ണം ശക്തി ആർജിച്ച വർഗീയതയായതുകൊണ്ടാണ്. എന്നാൽ അതിൻ്റെ അർത്ഥം മറ്റേതെങ്കിലും വർഗീയതയോട് നമുക്ക് അയവേറിയ ഒരു നിലപാടുണ്ടെന്നല്ല. മറ്റുള്ള ചില വർഗീയതകൾക്ക് ഇന്ത്യ ഭരിക്കാൻ പോയിട്ട് ചിലപ്പോൾ ഒരു പഞ്ചായത്ത് ഭരിക്കാൻ പോലും ശക്തി അവർക്ക് ആർജിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് പ്രസംഗിക്കുമ്പോഴൊക്കെ അവരെ കുറച്ച് കുറവായിരിക്കും ചിലപ്പോൾ പറയുന്നുണ്ടാവും. എന്നാൽ അടിസ്ഥാനപരമായി നമ്മൾ വർഗീയതയാണ് എതിർക്കുന്നത്. വർഗീയത എന്ന് പറയുന്നത് ഒരു പ്രതിഭാസമാണ്. വർഗീയത അത് രാഷ്ട്രീയാധികാരത്തിന് വേണ്ടി മതത്തെയും വിശ്വാസത്തെയും ഉപയോഗിക്കുന്നതിനെയാണ് വർഗീയത എന്ന് പറയുന്നത്. ഇന്ന മതം എന്നില്ല, ഏത് മതത്തെയും രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി ഉപയോഗിക്കാം. അതിനെ എല്ലാം എതിർക്കണം. ഇന്നോളം നമ്മുടെ ഇടയിൽ രൂപപ്പെട്ടിട്ടുള്ള വർഗീയതയെല്ലാം എതിർക്കുന്നു. ഒരുപക്ഷെ ഇനി നാളെ പിറക്കാനിരിക്കുന്ന വർഗീയതയും എതിർക്കുന്നു. അങ്ങനെ മാത്രമേ ഒരു ജനാധിപത്യവാദിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ആ നിലപാട് ഞങ്ങൾ എല്ലാവരും സ്വീകരിച്ചിട്ടുണ്ട്, എല്ലായ്പ്പോഴും സ്വീകരിച്ചിട്ടുണ്ട്. ആ ഘട്ടങ്ങളിലെല്ലാം ഈ കൂട്ടർ തരാതരം പോലെ ഞങ്ങളെ ചാപ്പിയടിക്കാൻ ശ്രമിച്ചിട്ടുമുണ്ട്. ഞാനിപ്പോഴും ഓർക്കുന്നു നിങ്ങൾ പറഞ്ഞ ബാബറി മസ്ജിദിൻ്റെ കേസിലെ വിധി വന്ന ദിവസത്തെ പ്രതികരണം. അതുമാത്രമല്ല, അതിനു മുൻപ് പൗരത്വ ഭേദഗതി നിയമവുമായിട്ട് ബന്ധപ്പെട്ട് ഉയർന്നു വന്ന പ്രത്യേക സാഹചര്യം. അന്നാണ് നിയമസഭയിൽ വാര്യംകുന്നനെക്കുറിച്ച് ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെക്കുറിച്ച് മലബാറിൻ്റെ ഒരു സമരവീര്യത്തെക്കുറിച്ച് പറഞ്ഞതാണ്. അന്നൊരു ഘട്ടത്തിൽ എനിക്കെതിരായി കടുത്ത ആക്രമണം RSS ഹാൻഡിലുകൾ നടത്തിയിട്ടുണ്ട്. ഈ ബാബറി മസ്ജിദ് കേസിൻ്റെ വിധി, അതുപോലെ മലബാർ സമരത്തെ സംബന്ധിച്ച് പ്രസംഗിച്ചതും. വാര്യംകുന്നനെ എൻ്റെ പേര് നിയമസഭയിൽ ആദ്യമായി ഉച്ചരിച്ച ഇവനെ ശരിപ്പെടുത്തണം എന്നൊക്കെ പറഞ്ഞിട്ട് അന്ന് RSSൻ്റെ വലിയ ആക്രമണം ഉണ്ടായിരുന്നു. അന്ന് അവരെല്ലാം പ്രചരിപ്പിച്ചത് മുസ്ലിം വർഗീയവാദികളുടെ ഏജന്റാണ് ഇയാൾ എന്നാണ്. മുസ്ലിം വർഗീയവാദികളുടെ ഏജന്റ് എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം വർഗീയതയാണ് എതിർക്കുന്നത്. ആ ഘട്ടത്തിൽ അതിശക്തമായി എതിർക്കേണ്ടവരെയാണ്. എനിക്ക് നല്ല ബോധ്യമുണ്ട്. അതേപോലെ അപകടകരമായ വർഗീയ നിലപാടാണ് ജമാഅത്തെ ഇസ്ലാമിയും മറ്റും ഉയർത്തിപ്പിടിച്ചുകൊണ്ടേയിരിക്കുന്നത്. അവർ പക്ഷേ ഇന്ത്യ ഭരിക്കാൻ മാത്രം കരുത്ത് നേടിയവരൊന്നുമല്ല. അതുകൊണ്ട് എപ്പോഴും അവരെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല. എന്നാൽ
ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് പറയേണ്ടി വരുമ്പോൾ അഴകുഴമ്പ നിലപാട് സ്വീകരിക്കുകയില്ല, ശക്തമായ നിലപാട് തന്നെ സ്വീകരിക്കും. അപ്പോൾ ഇപ്പോൾ ഇക്കൂട്ടർ ഞാൻ RSS പക്ഷപാതിയാണ് എന്ന പ്രചരണം അഴിച്ചുവിട്ടിരിക്കുക. അത് ജമാഅത്തെ ഇസ്ലാമിയും അത് പിന്നെ UDF ഏറ്റെടുത്ത് UDF ആകെയുമാണ് ആ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന് പച്ചക്കള്ളം പ്രചരിപ്പിക്കുകയാണ്. അത് RSS മുമ്പ് ചെയ്തിട്ടുള്ളതാണ്. ഒരു RSSകാരനെ അത്തരം നിലപാട് സ്വീകരിക്കുന്ന ഒരാൾ എന്നെ കാണാൻ വന്നു, ഞങ്ങൾ കൂടിക്കാഴ്ച നടത്തി എന്ന് ആദ്യം ഒരു നുണ പ്രചരിപ്പിക്കുകയാണ്. എന്നിട്ട് ആ നുണയെ സാധൂകരിക്കാൻ രണ്ടാമത് മറ്റൊരു നുണ പ്രചരിപ്പിക്കുകയാണ്. ആ കൂടിക്കാഴ്ച സൗഹൃദപരമാണ്, അത് വിവാദം ഉണ്ടാക്കേണ്ടതില്ല എന്ന് ഞാൻ പറഞ്ഞതായിട്ട് എൻ്റെ സ്റ്റേറ്റ്മെന്റ് അത് ദേശാഭിമാനിയുടേതായി പ്രചരിപ്പിക്കുകയാണ്. എത്ര ആസൂത്രിതമായിട്ടാണ് ഈ കാട്ടുകള്ളന്മാർ കള്ളത്തരം ചെയ്യുന്നതെന്ന് നമ്മൾ ഓർത്തോളണം. ഇതാണ് വർഗീയത. ഈ വർഗീയത ഏത് നിറത്തിൽ വന്നാലും ഏത് രൂപത്തിൽ വന്നാലും വർഗീയതയാണ്. ഇവർ ഇത്തരം ഹീനമായ കാര്യങ്ങൾ ചെയ്യും. ജീവിതത്തിൽ ഈ നിമിഷം വരെ ഞാൻ കണ്ടിട്ടില്ലാത്ത ഒരാൾ, എനിക്കറിയാത്ത ഒരാൾ, എനിക്ക് യാതൊരു പരിചയവും ഇല്ലാത്ത ഒരാൾ ഞാനുമായി കണ്ടു, സന്ദർശനം നടത്തി എന്ന് പ്രചരിപ്പിക്കുക. എന്നിട്ട് അത് സൗഹൃദ സന്ദർശനമെന്ന് ഞാൻ പറഞ്ഞു എന്ന് പ്രചരിപ്പിക്കുക. ഇവരൊക്കെ വലിയ വിശ്വാസം ഉയർത്തിപ്പിടിക്കുന്നവരാണ്. ആ വിശ്വാസ പ്രമാണങ്ങൾ അനുസരിച്ച് ഇത്തരത്തിലുള്ള കള്ളപ്രചരണത്തിന് എന്താണ് ശിക്ഷ എന്ന് അവരവർ ആലോചിച്ചാൽ വളരെ കൗതുകകരമാണ്, വളരെ തമാശയുള്ളൊരു കാര്യമാണ്. അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. വർഗീയത എന്നാൽ വിഷമാണ്. ആ വിഷം പല നിറത്തിലുണ്ടാവും. അതിന് നമ്മൾ ഭൂരിപക്ഷ വർഗീയത, ന്യൂനപക്ഷ വർഗീയത എന്നൊക്കെ വിശേഷിപ്പിക്കുന്നുണ്ടാവും. പക്ഷെ ഏത് നിറത്തിൽ വന്നാലും മാരക വിഷമാണ്. ഈ വർഗീയവാദികൾക്കെതിരെ അവസാന ശ്വാസം വരെ നിലപാട് സ്വീകരിക്കും. ഇവരുടെ ആരുടെയെങ്കിലും ചാപ്പേടിയോ അധിക്ഷേപമോ നമ്മുടെ നിലപാടുകളെ ഉലയ്ക്കുകയേയില്ല. എത്ര കടുത്ത ആക്രമണം വരുന്നോ അത്ര കടുത്ത വർഗീയ വിരുദ്ധ നിലപാട് നമ്മൾ സ്വീകരിക്കും. അതാണ് ഈ സമൂഹത്തിന് ആവശ്യം. ഇല്ലെങ്കിൽ നമ്മുടെ സമൂഹം ദുർബലപ്പെട്ടു പോകും, സമൂഹം തകരും, നമ്മുടെ രാജ്യം ഉണ്ടാവില്ല ഈ വർഗീയവാദികളുടെ മുൻപിൽ നിശബ്ദത പാലിച്ചാൽ. അതുകൊണ്ട് മതമേതെന്ന് നോക്കാതെ, മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന് ശ്രീനാരായണ ഗുരു പറഞ്ഞ പോലെ, മതബന്ധം ഏതായാലും വർഗീയത എതിർക്കപ്പെടേണ്ടതാണ്. യഥാർത്ഥ വിശ്വാസിയുടെ ശത്രുവാണ് വർഗീയവാദി. വിശ്വാസികളെ കൂടി അണിനിരത്തിക്കൊണ്ട് വർഗീയതയ്ക്കെതിരെ പോരാടുക എന്നത് പ്രധാനമാണ്. അത് ഏത് രൂപത്തിൽ വർഗീയത വന്നാലും, പുതിയ ഏതെങ്കിലും രൂപത്തിൽ വന്നാലും ഒരു വിട്ടുവീഴ്ചയും ഇല്ലാതെ അതിനെ എതിർക്കും. അതിനെ നാടാകെ എതിർക്കുകയും വേണമെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. ഇതിന് മറ്റൊരു രാഷ്ട്രീയമായ ഒരു മറുപടി പലരും പറയുന്നുണ്ട്. അതായത് ജമാഅത്തെ ഇസ്ലാമി ഇടതുപക്ഷത്തെ പിന്തുണച്ചിരുന്നു. അങ്ങനെ പിന്തുണച്ചിരുന്ന കാലത്ത് ജമാഅത്തെ ഇസ്ലാമിയിൽ കാണാത്ത ദോഷങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. ഇപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ വെല്ലുവിളികളിൽ ഒന്നായി ജമാഅത്തെ ഇസ്ലാമി ഇടതുപക്ഷം പ്രൊജക്ട് ചെയ്യുന്നു. എന്നാൽ തങ്ങളോടൊപ്പം നിന്ന സമയത്ത് അങ്ങനെ കണ്ടില്ലല്ലോ എന്ന് പറയുന്ന ഒരു ചോദ്യം അതിലെ തൽപര കക്ഷികൾ ഉന്നയിക്കുന്നുണ്ട്. എന്താണ് അതിന് ഇടതുപക്ഷത്തിന്? കേരളത്തിലെ ഏറ്റവും വലിയ വെല്ലുവിളി ജമാഅത്തെ ഇസ്ലാമിയാണെന്ന തരത്തിലുള്ള അതിശയോക്തിപരമായ ഒരു പ്രചരണത്തിലേക്ക് ഞങ്ങൾ പോയിട്ടില്ല. അങ്ങനെ ഒരു നിലപാട് ഞങ്ങൾക്കില്ല. അവരൊന്നും അല്ല ഏറ്റവും വലിയ ശക്തി, ഏറ്റവും വലിയ വെല്ലുവിളി. ഏറ്റവും വലിയ വെല്ലുവിളി RSS തന്നെയാണ്. ആ RSSന്റെ ഭീഷണിയെ കൂടുതൽ ശക്തിപ്പെടുത്താൻ ഇവരും സഹായിക്കുന്നുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ മുഹമ്മദ് യൂസഫ് താരിഗാമിക്കെതിരെ കശ്മീരിൽ മത്സരിച്ചത് ജമാഅത്തെ ഇസ്ലാമി RSSും സംയുക്തമായിട്ടാണ്. അപ്പോൾ ഇവർ വലിയ ശത്രുക്കളൊന്നും അല്ല. ഇവർ പരസ്പരം ആശ്രയിക്കുന്ന, പ്രത്യക്ഷത്തിൽ ശത്രുതയുണ്ട് എന്ന് കരുതുന്ന ആളുകളാണ്. അതോടെ നിൽക്കട്ടെ. മറ്റൊരു കാര്യമാണത്, ജമാഅത്തെ ഇസ്ലാമി മുൻപ് ഇപ്പൊ ചരിത്രത്തിൽ ഓരോ ഘട്ടത്തിലൂടെ കടന്നു വരികയാണ്. ഞാൻ അവരെ ആ നിലയിൽ ഇപ്പോൾ വിശകലനം ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല, എങ്കിലും ഈ ഘട്ടത്തിൽ പറയേണ്ടി വരുന്നതുകൊണ്ട് സൂചിപ്പിക്കുകയാണ്. അവരാദ്യം തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുമായിരുന്നില്ല. ഇപ്പൊ പറയുന്ന ഘട്ടത്തൊന്നും എല്ലാ കാലത്തും ഇടതുപക്ഷത്തിന് വോട്ട് അല്ല, അവര് വോട്ട് ചെയ്യുമായിരുന്നില്ല. വോട്ട് രേഖപ്പെടുത്തുന്നത് അനിസ്ലാമികമാണ് എന്ന് കരുതുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്തവരാണ് പറഞ്ഞത്. പിന്നെ കുറെ കാലം കഴിഞ്ഞ്, അതുമാത്രമല്ല സർക്കാർ ജോലി സ്വീകരിക്കുമായിരുന്നില്ല, അങ്ങനെ പലതുമുണ്ട്. ഇത് മറ്റൊരു വിഷയം. ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ അവർ വോട്ട് ചെയ്യാൻ ആരംഭിച്ചപ്പോൾ ഇടതുപക്ഷത്തിനെ സ്ഥിരമായി ഇങ്ങനെ പിന്തുണയ്ക്കുന്ന നിലപാടാണോ അവർ സ്വീകരിച്ചതല്ല. അതൊക്കെ ഈ അസംബന്ധം, കളവ് ആവർത്തിച്ച് പ്രചരിപ്പിക്കുകയാണ്. എൻ്റെ ഓർമ്മയിൽ പോലും പല തെരഞ്ഞെടുപ്പുകളിലും ജമാഅത്തെ ഇസ്ലാമി പ്രവർത്തകരായിട്ടുള്ള ആളുകളൊക്കെ നമുക്ക് പരിചയമുള്ളവരുണ്ട്. അവരെല്ലാം സ്വീകരിച്ചൊരു നിലപാട്, ഞങ്ങൾ ആളെ നോക്കി വോട്ട് ചെയ്യും എന്നായിരുന്നു. ഓരോ മണ്ഡലത്തിലെയും സ്ഥാനാർത്ഥി. ചിലപ്പോൾ അതിൽ ചില വോട്ട് LDFന് കിട്ടിയിട്ടുണ്ടാവും. ഞാൻ പറയുന്നത് അവർക്കൊരു രാഷ്ട്രീയ നിലപാടുണ്ടായിരുന്നില്ല. അവർ അപ്പൊളിറ്റിക്കലായ ഒരു നിലപാട് സ്വീകരിക്കുകയും ഓരോ മണ്ഡലത്തിൽ, ഒരു മണ്ഡലത്തിൽ LDF, ഒരു മണ്ഡലത്തിൽ UDF, അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു അവർ. അതിൽ ചിലപ്പോൾ കൂടുതൽ UDFനായിരിക്കും, ചിലപ്പോൾ LDFനായിരിക്കും. ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്, ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഏതൊരു പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ലീഗ് സ്ഥാനാർത്ഥികൾക്കൊക്കെ അവർ പിന്തുണ കൊടുത്തിട്ടുണ്ട്. മറ്റു ചിലയിടത്ത് മറിച്ച് അങ്ങനെയൊക്കെ വന്നിട്ടുണ്ട്.
അപ്പോഴെല്ലാം അവരുയർത്തിപ്പിടിക്കുന്ന നിലപാടുകളുടെ ദൗർബല്യങ്ങളെ, തെറ്റുകളെ, അല്ലെങ്കിൽ നമ്മുടെ നാടിന് ഗുണം ചെയ്യാത്ത നിലപാടുകളെ ഞങ്ങൾ വിമർശിച്ചിട്ടുണ്ട്. പക്ഷെ അത് നമ്മുടെ സമൂഹത്തിൽ എന്തെങ്കിലും ചലനം സൃഷ്ടിക്കുന്ന പോലൊരു വലിയ വിഷയമായി അന്നൊന്നും ഉയർന്നു വന്നിട്ടില്ല. എന്നാൽ പിന്നീട് അവരൊരു രാഷ്ട്രീയ പാർട്ടി തന്നെ രൂപീകരിച്ചു. ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചു. ഇപ്പോൾ 2021 തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞതിൻ്റെ മുൻപത്തെ അസംബ്ലി ഇലക്ഷനിൽ അവരുടെ പിന്തുണ UDF-നായിരുന്നു എല്ലാ മണ്ഡലങ്ങളിലും. അപ്പൊ സ്ഥാനാർത്ഥിയെ നോക്കുന്ന പരിപാടി അവസാനിപ്പിച്ചു. രാഷ്ട്രീയ അടിസ്ഥാനത്തിലുള്ള പിന്തുണയുടെ കാര്യം തീരുമാനിച്ചു 2021. ഞങ്ങൾ ഈ നിലയിൽ അന്നും അവരെ വിമർശിച്ചിട്ടില്ല. ഞങ്ങൾ എതിർത്തിട്ടുണ്ട്, വിമർശിച്ചിട്ടില്ല. അത് കഴിഞ്ഞു വന്ന തെരഞ്ഞെടുപ്പിൽ, പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ അവരുടെ പിന്തുണ UDF-നായിരുന്നു. ഇപ്പോ അതിൽ നിന്നൊക്കെ മാറി. ഇത് വോട്ടിന്റെ ഒരു പ്രശ്നമല്ല. ഇപ്പോ ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രവർത്തനം ഒരു തെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥിയെയോ ഏതെങ്കിലും ഒരു മുന്നണിയെയോ പിന്തുണയ്ക്കുക എന്നതിനപ്പുറത്തേക്ക് മാറി. ഇപ്പോൾ എന്താണ് സ്ഥിതി? ഇപ്പോൾ അവര് സമൂഹത്തിൽ ഒരു ധ്രുവീകരണം സൃഷ്ടിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയ നേതൃത്വം തന്നെ ഇവരായി മാറുകയാണ്. മുമ്പ് അങ്ങനെ ആയിരുന്നില്ല. മുമ്പ് ലീഗ് ജമാഅത്തെ ഇസ്ലാമിയുമായി യോജിച്ചിട്ടില്ല. തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ടാവും. ഞാൻ പറഞ്ഞു, തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുന്നതും രാഷ്ട്രീയ പാർട്ടികൾ എന്ന നിലയിലോ കക്ഷികൾ എന്ന നിലയിലോ യോജിക്കുന്നതൊക്കെ രണ്ടാണ്. ഇതിലൊക്കെ വ്യത്യാസങ്ങളുണ്ട്. എന്നാൽ ഇപ്പോൾ മുസ്ലിം ലീഗിന്റെ ഒരു രാഷ്ട്രീയ നേതൃത്വം ഇവരായി മാറും. അതുവഴി UDF-ന്റെ തന്നെ നിലപാടുകളും സമീപനങ്ങളും മുദ്രാവാക്യങ്ങളും പ്രകടന പത്രിക പോലും തയ്യാറാക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുന്നവരായി ഇവർ മാറും. ഇവർ ശ്രമിക്കുന്നതാവട്ടെ സമൂഹത്തിൽ അന്തഛിദ്രം വളർത്തുന്ന വിധത്തിൽ, സമൂഹത്തിൽ ചില ഏകീകരണങ്ങൾ ലക്ഷ്യമിട്ട് ശരിയായ വർഗീയ പ്രചാരകരായി ഇവർ പ്രത്യക്ഷത്തിൽ കടന്നു വരികയാണ്. അതല്ല, സമീപകാലത്ത് ജമാഅത്തെ ഇസ്ലാമിക്കും വന്നൊരു മാറ്റാണ്. ഇന്നത്തെ ഇന്ത്യയിൽ കുഴിച്ചു മൂടേണ്ട രാഷ്ട്രീയം ഇടതുപക്ഷ രാഷ്ട്രീയമാണെന്ന നിലപാടിലേക്ക് അവരെത്തുകയാണ്. അങ്ങനെ അല്ലല്ലോ. അങ്ങനെ കോൺഗ്രസ് പോലും പറയുന്നു ഞാൻ വിചാരിക്കുന്നില്ല. കോൺഗ്രസ് തന്നെ മുഖ്യ പങ്കുവഹിക്കുന്ന ഇന്ത്യ കൂട്ടായ്മയിലെ ഒരു കക്ഷിയല്ലേ CPI. പക്ഷെ ജമാഅത്തെ ഇസ്ലാമിയുടെ യാതൊരു വിധത്തിലുള്ള സാമൂഹ്യ പ്രതിബദ്ധതയും ഇല്ലാത്ത ഒരു കൂട്ടം തീവ്രവാദികൾ ഒരുമിച്ച് കൂടിയിരുന്നിട്ട് തീരുമാനിക്കുകയാണ് അടിയന്തരമായി കുഴിച്ചു മൂടേണ്ട ഒരു രാഷ്ട്രീയ ശക്തി CPIM ആണ്. അതിനുവേണ്ടി എന്ത് നിലപാടും സ്വീകരിക്കാം. ആ നിലയിലേക്ക് അവർ മാറുകയാണ്. അപ്പം ഞങ്ങൾ അവരെ തുറന്നു കാണിക്കേണ്ടി വരും. ആ അപകടം സമൂഹത്തെ ബോധ്യപ്പെടുത്തേണ്ടി വരും. അതിനവര് മത സ്വത്വങ്ങളെ ഉപയോഗപ്പെടുത്തുന്ന നിലയിലേക്ക് വരുമ്പോൾ അത് അപകടമാണ്, നമ്മുടെ നാടിനെ അപകടത്തിലേക്ക് നയിക്കുന്നു പറയേണ്ടി വരും. അത് ഞങ്ങൾ തുറന്നു പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതല്ലാതെ ഇതിൽ ഏതെങ്കിലും വോട്ട് ചെയ്ത പ്രശ്നമോ ആർക്കെങ്കിലും പിന്തുണ കൊടുത്ത പ്രശ്നമോ മാത്രമല്ല. സംഘപരിവാരത്തിനെതിരായി ഇന്ത്യയിൽ ഉയർന്നു വരുന്ന മതനിരപേക്ഷ ചേരിയെ തന്നെ ദുർബലപ്പെടുത്തുന്ന വിധത്തിലാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ കേരളത്തിലെ ഇപ്പോഴത്തെ പ്രവർത്തനം എത്തി നിന്നിട്ടുള്ളത്. കശ്മീരിലെ കാര്യം പറയുമ്പോൾ അവിടെ ഞങ്ങളല്ല, അവിടെ വേറെ ജമാഅത്തെ ഇസ്ലാമിയാണെന്നൊക്കെ അവർ പറയും. ആയിക്കോട്ടെ, കശ്മീരിലെ ജമാഅത്തെ ഇസ്ലാമിയാണ്, കേരളത്തിലെ ജമാഅത്തെ ഇസ്ലാമിയാണ്, ബംഗ്ലാദേശിലെ ജമാഅത്തെ ഇസ്ലാമിയാണ്. പക്ഷെ കശ്മീരിലെ ജമാഅത്തെ ഇസ്ലാമി RSS-മായി ചേർന്നാണ് CPM-നെതിരായി തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത്. അതിലെന്താ ഇവരുടെ അഭിപ്രായം? ഒരു അഭിപ്രായം ഉണ്ടാവണ്ടേ? എന്താ ഇവരുടെ അഭിപ്രായം? അപ്പൊ പറഞ്ഞു വരുന്നത്, ഇന്ത്യയിലെ പരാജയപ്പെടുത്തേണ്ട, ഇല്ലാതാക്കേണ്ട രാഷ്ട്രീയം ഇടതുപക്ഷ രാഷ്ട്രീയമാണെന്ന നിലപാടിലേക്ക് എങ്ങനെ ജമാഅത്തെ ഇസ്ലാമി എത്തി? എങ്ങനെ RSS അവർക്കൊരു ഭീഷണി അല്ലാതെയായി മാറി? ഇതൊക്കെ ചിന്തിക്കേണ്ട കാര്യമാണ്, ചർച്ച ചെയ്യേണ്ടതാണ്. അപ്പൊ ഇത്തരം കാര്യങ്ങൾ ഉയർന്നു വരുമ്പോൾ ശക്തിയായിട്ട് ആ കാര്യങ്ങളിൽ അഭിപ്രായം പറയുകയും നിലപാട് സ്വീകരിക്കുകയും ചെയ്യേണ്ടി വരും. അത്രയേ ഉള്ളൂ. ഇപ്പോൾ കേരളത്തിന്റെ ഒരു പൊതുരാഷ്ട്രീയ ചിത്രം ഒബ്സർവ് ചെയ്യുന്ന ഒരാൾക്ക് കാണാവുന്ന ഒരു കാര്യമാണ് PM ശ്രീ വിഷയത്തിൽ സർക്കാരിനുണ്ടായ നിലപാട്, പിന്നീടുണ്ടായ നിലപാട് മാറ്റം. അതുപോലെ തന്നെ വെള്ളാപ്പള്ളി നടേശനെ വിമർശിക്കുന്നതിൽ ഇടതുപക്ഷം ബോധപൂർവം ഒരു പിശുക്ക് കാണിക്കുന്നു. അദ്ദേഹത്തെ മുഖ്യമന്ത്രിയുടെ കാറിൽ കയറ്റി. ഇത് സത്യത്തിൽ ഇതിനകത്ത് ഏറ്റവും അവസാനം പറഞ്ഞ കാര്യം ഇത്തരം ഒരു കോണ്ടെക്സ്റ്റിൽ കോട്ട് ചെയ്യേണ്ടി വരുന്നതിൽ എനിക്ക് സ്വയം അപമാനം തോന്നുന്നുണ്ട്. പക്ഷെ അപ്പോഴും അത് പറയേണ്ടി വരുന്നു എന്നുള്ളതിന്റെ കാര്യം, ഈ 3 ഇമേജറികളെ കേരളത്തിലെ ഇടതുപക്ഷം മുസ്ലിം വിരുദ്ധരാണ് എന്ന് സ്ഥാപിച്ചെടുക്കുന്നതിലേക്ക് വലിയ തോതിൽ ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഈ വിഷയത്തിൽ ഇടതുപക്ഷത്തിന് ഒരു സൂക്ഷ്മത കുറവ് പറ്റിയിട്ടുണ്ടെന്ന്, ഇതിൽ ഏതെങ്കിലും ഒരു വിഷയം തിരുത്തപ്പെടേണ്ടതാണെന്ന് അങ്ങക്ക് അഭിപ്രായമുണ്ടോ? ഒരു പ്രതീതി സൃഷ്ടിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെന്ന് ശരിയാണ്. ഒരു പ്രതീതി ചിലപ്പോൾ ഉണ്ടായിട്ടും ഉണ്ടാവാം. പ്രതീതികൾ സൃഷ്ടിച്ച് അതിൽ നിന്ന് മുതലെടുപ്പ് നടത്തുക എന്നുള്ളതാണ് വലതുപക്ഷ രാഷ്ട്രീയം. പ്രതീതികളുടെ ഇരകളായി മാറാതിരിക്കാനുള്ള ഒരു വളർച്ച ഇന്നല്ലെങ്കിൽ നാളെ കേരളത്തിലെ ജനങ്ങൾ, മലയാളികൾ നേടും തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പ്രതീതികളുടെ തടവുകാരായിട്ട് അധിക കാലമൊന്നും ജനങ്ങളെ നിർത്താൻ കഴിയില്ല. നിങ്ങൾ ചോദിച്ചിട്ടുള്ള 2-3 കാര്യങ്ങൾ, ഈ 2-3 കാര്യങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതൊന്നും
ഈ പ്രതീതി നിർമ്മാണത്തിന് വേണ്ടി ശ്രമിച്ചവർ നടത്തിയ പ്രചരണം പോലെ അല്ല എന്ന് കാണാൻ പറ്റും. ഇപ്പോൾ PM ശ്രീ പദ്ധതിയെ സംബന്ധിച്ചാണെങ്കിൽ ഇപ്പം നമ്മുടെ രാജ്യത്ത് കേന്ദ്ര സർക്കാരിനാൽ ഏറ്റവും കൂടുതൽ ദ്രോഹിക്കപ്പെടുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. നമ്മളെ വേട്ടയാടുകയാണ്. നമുക്ക് വ്യവസ്ഥാപിതമായി ലഭിക്കേണ്ട കേന്ദ്ര ഗ്രാൻറ്റുകൾ, ബജറ്റ് വിഹിതം, ഇതൊന്നും നമുക്ക് കിട്ടുന്നില്ല. കേന്ദ്രാവിഷ്കൃത പദ്ധതികളിൽ നിന്ന് അവർ പിന്മാറുകയാണ്. സാമ്പത്തികമായി ശ്വാസം മുട്ടിച്ച് കൊല്ലാനാണ് ശ്രമിക്കുന്നത് നമ്മൾ. ഇന്ത്യയിലെ ഒരു സർക്കാരിനോടും ഇല്ലാത്ത വിരോധമാണ് കേരളത്തോട്. ഇപ്പോൾ കർണാടകയോടോ തെലങ്കാനയോടോ ഹിമാചലിനോടോ ഇല്ലാത്ത വിരോധം കേരളത്തോടാണ്. അത് കേരളത്തിൽ CPIM നേതൃത്വം കൊടുക്കുന്ന ഗവൺമെൻറ് ആയതുകൊണ്ടാണ്. BJPയെ ഇവിടെ ജനങ്ങൾ സ്വീകരിക്കുന്നില്ല എന്നതുകൊണ്ടാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തെ നമ്മൾ നേരിടുകയാണ്. ട്രഷറി പൂട്ടുമെന്നും ശമ്പളം മുടങ്ങുമെന്നും മനോരമ തന്നെ എഴുതിയിട്ടുണ്ട്. പക്ഷെ അങ്ങനെയൊന്നും ഉണ്ടായില്ല. അത് മനോരമയുടെ വിരോധം കൊണ്ട് അവർ എഴുതിയതല്ല. അവർ കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ അങ്ങനെ വരും എന്നത് അവർക്ക് ഉറപ്പായിരുന്നു. എന്നാൽ അസാധാരണമായ ഒരു ഫൈനാൻസ് മാനേജ്മെൻറ്റിൻ്റെ മികവ് കൊണ്ടാണ് അത്തരം വെല്ലുവിളികളെയൊക്കെ തരണം ചെയ്ത് മുൻപോട്ട് പോയത്. ആ ഘട്ടത്തിലാണ് PM ശ്രീ പ്രസക്തമാകുന്നത്. ഇപ്പോൾ സത്യത്തിൽ കേരളത്തിന് PM ശ്രീ പദ്ധതിയുടെ ആവശ്യമില്ല. കാരണം സ്കൂളുകളുടെ ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും മറ്റുമാണ് ആ പദ്ധതി. നമ്മുടെ സ്കൂളുകൾക്ക് ഇപ്പോൾ തന്നെ ആ ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെട്ടു. PM ശ്രീ പദ്ധതി വിഭാവനം ചെയ്യുന്ന എന്തെങ്കിലും പശ്ചാത്തല സൗകര്യ വികസനം ഇപ്പോൾ കേരളത്തിലെ സർക്കാർ സ്കൂളുകൾക്ക് ആവശ്യമില്ല. അതാണ് വസ്തുത. അതുകൊണ്ട് നമ്മൾ അതിൽ ഒപ്പിടേണ്ട കാര്യവുമില്ല. ആ ഇനത്തിലുള്ള ഫണ്ടും ഇപ്പോൾ കിട്ടിയാൽ നമുക്ക് വിനിയോഗിക്കാൻ സാധിച്ചോളണമെന്നില്ല. കാരണം പുതിയൊരു കെട്ടിടം ഉണ്ടാക്കാനുള്ള ഫണ്ടാണെങ്കിൽ ഓൾറെഡി പുതിയ കെട്ടിടം ഉണ്ട്. അപ്പോൾ പിന്നെ അതിൻ്റെ ആവശ്യം വരില്ലല്ലോ. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതിൽ ഒപ്പിടാത്തത് കൊണ്ട് മറ്റ് ഫണ്ടുകൾ, SSA ഉൾപ്പെടെയുള്ള മറ്റു ഫണ്ടുകൾ തടഞ്ഞു വയ്ക്കുകയാണ്. ഫണ്ടുകൾ തരുന്നില്ല. അങ്ങനെ വരുമ്പോൾ ഒരു 10,500 കോടി രൂപ നമുക്ക് തരേണ്ടത് ഇപ്പോൾ തടഞ്ഞു വെച്ചിരിക്കുകയാണ്. അത് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുകയാണ് നമുക്ക്. ആ പണം കിട്ടണമെങ്കിൽ ഇത് ഒപ്പിടണം എന്ന നിലപാടാണ് അവർ സ്വീകരിച്ചത്. അങ്ങനെ ഒരു ഘട്ടം വന്നപ്പോഴാണ് ഇതിനി ഒപ്പിട്ടാൽ പോലും നമ്മുടെ സിലബസ്, നമ്മുടെ പാഠ്യപദ്ധതി ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊന്നും അവർക്ക് ഇടപെടാൻ പറ്റില്ല. അത് കേരളത്തിൽ തന്നെയാണ് തീരുമാനിക്കപ്പെടുക, നമ്മുടെ അധികാരമാണ്. എന്നാൽ വേണമെങ്കിൽ നിങ്ങൾ പറഞ്ഞ പോലെ PM ശ്രീ പദ്ധതി ഒപ്പിട്ടു. അപ്പോൾ ഈ സംഘപരിവാരത്തിൻ്റെ ഇത്തരം തിട്ടൂരങ്ങളുടെ മുൻപിൽ കേരളം പൊരുതി നിന്നില്ല എന്നൊക്കെ പറയാൻ പറ്റും. പക്ഷെ അത് നടപ്പാക്കുന്നതിന് വേണ്ടിയോ അല്ലെങ്കിൽ അതിൻ്റെ ഭാഗമായി നമ്മുടെ സിലബസ് അതുപോലെയുള്ള കാര്യങ്ങളിലോ കേന്ദ്രത്തിൻ്റെ ഇടപെടൽ അനുവദിച്ചു കൊടുക്കുന്നതിനെ കുറിച്ചൊന്നും ആരും ചിന്തിച്ചിട്ടേ ഇല്ല. എന്നാൽ കേരളത്തിൽ 1,500 കോടിയോളം രൂപ നമുക്ക് അർഹതപ്പെട്ട പണം, വ്യവസ്ഥാപിതമായി കിട്ടേണ്ട പണം തടഞ്ഞു വെച്ച ഒരു ഘട്ടത്തിൽ അത് നേടിയെടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പരിശ്രമമാണ് വിദ്യാഭ്യാസ വകുപ്പ് നടത്തിയത്. എന്നാൽ അത് തെറ്റായ തരത്തിൽ വ്യാഖ്യാനിക്കപ്പെടുന്ന ഒരു ഘട്ടം വന്നപ്പോൾ അത് മുന്നോട്ട് പോകേണ്ടതില്ല എന്ന തീരുമാനവും കൈക്കൊണ്ടു. പക്ഷെ പശ്ചാത്തലം ഇതാണ്. പക്ഷെ വിമർശിക്കുന്നത് ആരാണെന്ന് ഓർക്കണം. എല്ലാ കോൺഗ്രസ് സർക്കാരുകളും ഇത് ഒപ്പിട്ടിരിക്കുന്നു, ആ പണവും വാങ്ങിയിരിക്കുന്നു. അവിടെ ഒപ്പിടുകയും പണം വാങ്ങുകയും ചെയ്തിട്ട് നമ്മളോട് ചോദിക്കുകയാണ് നിങ്ങൾ എന്തിനു ഒപ്പിട്ടു എന്ന് ചോദിക്കുകയാണ്. ഇത്തരത്തിലുള്ള ആഭാസകരമായ ചോദ്യങ്ങളാണ് നമുക്ക് നേരിടേണ്ടി വരുന്നത്. രണ്ടാമത്തെ ഒരു കാര്യം, SNDP യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറി നടത്തുന്ന പ്രസ്താവനകളും അതിനോടുള്ള പ്രതികരണങ്ങളും സംബന്ധിച്ച് ഇപ്പോൾ എന്തൊക്കെ ഒരു വർഗീയവാദി ഇതായിട്ട് ഒരു പ്രതികരണം നടത്തിയായിട്ട് ഞാൻ കണ്ടു. വ്യക്തിപരമായി തന്നെ എനിക്കെതിരായിട്ട് ഇദ്ദേഹത്തിനെതിരെ ഞാൻ പ്രതികരിച്ചിട്ടില്ല എന്നതാണ്. അപ്പം നവമാധ്യമങ്ങൾ തന്നെ അതെല്ലാം ഒരു തുറന്ന കിടക്കുകയാണല്ലോ. ഫേസ്ബുക്കിൽ തന്നെ ഇദ്ദേഹത്തിൻ്റെ പേര്, SNDP യോഗം ജനറൽ സെക്രട്ടറിയുടെ പേര് പറഞ്ഞ് ഞാൻ വിമർശിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് പുതിയ വ്യാഖ്യാനം വരികയാണ്. അത് 2025 ജൂലൈയിലാണ്. അതിന് മുമ്പ് പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നത്. അപ്പോൾ മുമ്പ് പറഞ്ഞ് ഞാൻ തന്നെ എല്ലാം ഓർത്ത് വെക്കില്ലല്ലോ. ഇപ്പൊ കേരളത്തിലെ എല്ലാ തെരുവുകളിലും ഞങ്ങൾ ഇദ്ദേഹത്തിനെതിരെ പ്രസംഗിച്ചിട്ടുണ്ട് ഒരു ഘട്ടത്തിൽ. എന്നൊക്കെ അഭിപ്രായം പറയേണ്ടി വന്നുവോ അന്നെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഓരോ പ്രസ്താവനയ്ക്കും മറുപടി പറയേണ്ട കാര്യം നമുക്കില്ല, ആർക്കും സാധിക്കില്ല. എന്നാൽ കേരളീയ സമൂഹത്തെ പരിക്കേൽപ്പിക്കുന്ന അഭിപ്രായം അദ്ദേഹത്തിൽ നിന്നല്ല, ആരിൽ നിന്നും ആകട്ടെ, അന്നെല്ലാം പ്രതികരിച്ചിട്ടുണ്ട്. അതാണിപ്പോൾ എനിക്ക് തോന്നുന്നു ആ സന്ദർഭം കോഴിക്കോട് നൗഷാദ് അപകടത്തിൽ മരിച്ച സന്ദർഭമാണെന്ന് തോന്നുന്നു. അപ്പോൾ അന്ന് ഞാൻ പറഞ്ഞായിട്ട് ഇപ്പോൾ വന്നത് കണ്ടപ്പോഴാണ് അന്നത്തെ പ്രതികരണം. അന്ന് കേരളത്തിലുടനീളം പ്രതികരിച്ച് ഞങ്ങൾക്ക് ഓർമ്മയുണ്ട്. അദ്ദേഹം RSSലോ അൽഖ്വയ്ദയിലോ അംഗത്തൊടുക്കട്ടെ എന്നാണെന്ന് പറഞ്ഞത്. ഞങ്ങൾ വിമർശിച്ചതുപോലെ ഇവരൊന്നും ചിന്തിച്ചിട്ടില്ല വിമർശിക്കാൻ, ഒരു മടിയുമില്ല, എപ്പോഴും വിമർശിക്കും. പക്ഷെ ഇപ്പോൾ ഉയർന്നു വന്ന വിഷയങ്ങളിൽ പലതും ലീഗുമായിട്ടുള്ള തർക്കമാണ്, അത് അവർക്കിടയിലുള്ള പ്രശ്നമാണ്. അതിനെല്ലാം കയറി അഭിപ്രായം പറയേണ്ട കാര്യമില്ല. അത് ജില്ലക്കെതിരാണെന്നൊക്കെയുള്ള പ്രശ്നം വന്നപ്പോൾ അദ്ദേഹം തന്നെ വിശദീകരിച്ചു, ഞാൻ ലീഗിനെയാണ് വിമർശിച്ചത്, ജില്ലക്കെതിരെയല്ല, അല്ലെങ്കിൽ ഒരു മതത്തിനെതിരെയല്ല. അത് അവർ തീർക്കേണ്ട പ്രശ്നമാണ്. അവർക്ക് നേരെ ഒരു ചോദ്യം വരുമ്പോൾ പറയുകയാണ് നിങ്ങൾ എന്താ പ്രതികരിക്കാത്തത്. അതൊരു വിചിത്രമാണ്. നിങ്ങൾക്കെതിരെ ചോദ്യം വന്നാൽ നിങ്ങൾ പ്രതികരിക്കണം.
നാടിനെ അപകടപ്പെടുത്തുന്ന അഭിപ്രായം വന്നാൽ നിങ്ങളെ കാത്തു നിൽക്കാതെ ഞങ്ങൾ പറയും. അതാണ് ഇതുവരെയുള്ള അനുഭവം. അതിൻ്റെ ഒടുവിലാണ് ഈ കാറിൽ കയറ്റിയത്. അത് അങ്ങേയറ്റം എന്താ പറയുക ഒട്ടും ഗൗരവമായ ഒരു രാഷ്ട്രീയ വിമർശനമായിട്ട് കാണാനേ പറ്റില്ല. പ്രശ്നം വളരെ ലളിതമാണ്. ദേവസ്വം ബോർഡ് അവിടെ ഒരു പരിപാടി അയ്യപ്പ സംഗമം നടത്തുന്നു. അതിനെല്ലാ സമുദായ സംഘടനാ നേതാക്കന്മാരെയും ക്ഷണിക്കുന്നു. കാരണം അവരുടെ എല്ലാ അഭിപ്രായം പറയാനൊരു വേദി എന്നാണ്. അതിൽ പങ്കെടുക്കാൻ വേണ്ടി ഗസ്റ്റ് ഹൗസിലേക്ക് മുഖ്യമന്ത്രി വരുന്നു. ഇദ്ദേഹം ഉൾപ്പെടെയുള്ള ആളുകൾ ഗസ്റ്റ് ഹൗസിൽ വരുന്നു. ഗസ്റ്റ് ഹൗസ് മുതൽ പരിപാടി നടക്കുന്ന വേദി വരെ എനിക്ക് തോന്നുന്നു ഒരു 300 മീറ്ററോ മറ്റോ ആണെന്ന് തോന്നുന്നു ദൂരം. ഞാൻ പോയിട്ടുള്ള സ്ഥലമല്ല, കേട്ടതാണ്. 300 മീറ്ററോ 350 മീറ്ററോ ദൂരമുള്ളൊരു സ്ഥലമാണ്. അത്രയും ദൂരം നടന്നേ പോകാനേ അനുവാദമുള്ളൂ. എന്ന് വെച്ചാൽ സുരക്ഷാ കാരണങ്ങളാൽ മുഖ്യമന്ത്രിയുടെ വാഹനം മാത്രമേ അങ്ങോട്ട് കടത്തിവിടുന്നുള്ളൂ, മറ്റൊരു വാഹനവും കടത്തിവിടുന്നില്ല. അപ്പോൾ സുരക്ഷാ കാരണങ്ങളാൽ സുരക്ഷാ ഭടന്മാർ അവിടെ വെച്ച് വാഹനങ്ങളെ തടയുന്നുണ്ട്. മുഖ്യമന്ത്രിയുടെ വാഹനത്തിന് മാത്രമാണ് പ്രവേശനം. അപ്പോൾ മുഖ്യമന്ത്രി വാഹനത്തിൽ കയറി പോകാൻ നേരത്തെ ഇദ്ദേഹം നേരെ വരുന്നു. അപ്പോൾ 86 വയസ്സുള്ള ഒരാൾ ഈ 300-350 മീറ്റർ ദൂരം വെയിൽ കൊണ്ട് നടന്നു പോകണം, അതുകൊണ്ട് നിങ്ങൾ എൻ്റെ കാറിൽ കയറരുത് എന്ന് മുഖ്യമന്ത്രി പറയണമോ എന്നതാണ് ചോദ്യം. സാധാരണഗതിയിൽ ആരായാലും, ഞാൻ വിചാരിക്കുന്നു ഏത് മനുഷ്യനായാലും അത്തരമൊരു സാഹചര്യത്തിൽ കാറിൽ കയറുമ്പോൾ ആ പരിപാടിയിൽ പങ്കെടുക്കേണ്ട ഒരു ക്ഷണിക്കപ്പെട്ട സമുദായ നേതാവ് നിലയിൽ ക്ഷണിക്കപ്പെട്ട ഒരാൾ കാറിലേക്ക് കയറാൻ വന്നാൽ തടയുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അത് മുഖ്യമന്ത്രിയുടെ കസേരയിൽ ആരിരുന്നാലും തടയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. പറയാൻ പലതും പറയാം, പക്ഷെ അത്തരമൊരു സാഹചര്യത്തിൽ അത് നിലപാടുകളുടെ കാര്യങ്ങളുമായി ബന്ധപ്പെടുത്തി പറയേണ്ട കാര്യമേ അല്ല. അത് ഏതൊരു മനുഷ്യനും ചെയ്യുന്നൊരു കാര്യമെന്ന് മാത്രം ഞാൻ കരുതുന്നുള്ളൂ. അത് പ്രചരണത്തിന് ഉപയോഗിക്കുന്നത് തന്നെ ഒരു അന്തസ്സില്ലായ്മയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അങ്ങ് നേരിട്ട് നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു, ഉപതെരഞ്ഞെടുപ്പിലായിരുന്നു. ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ഒരു സ്ഥാനാർത്ഥി ഈ വിധം വ്യക്തിപരമായ അധിക്ഷേപം നേരിടുന്ന ഒരു സാഹചര്യം കേരളത്തിൽ സമാനതകളില്ലാത്ത അധിക്ഷേപങ്ങളാണ് അങ്ങ് നേരിട്ടത്. അതിൽ ഏറ്റവും വിചിത്രമായ കാര്യം എന്ന് പറയുന്നത് പുസ്തകം വായിക്കുന്നതിനെതിരെ, പുസ്തകം എഴുതുന്നതിനെതിരെ, ഇത്തരം കാര്യങ്ങളിൽ സംസാരിക്കുന്നതിനെതിരെ ബുദ്ധിജീവിയാണ് എന്നുള്ളത് ഒരു കുറ്റകൃത്യമായി പറയുന്നു. ഈ തരത്തിൽ ഒരു വ്യക്തിയെ അധിക്ഷേപിക്കാവുന്നതിന്റെ എല്ലാ സീമകളും ലംഘിച്ചിട്ടാണ് അങ്ങ് അവിടെ തെരഞ്ഞെടുപ്പിൽ നേരിട്ടപ്പോൾ അങ്ങ് അത്തരത്തിലാണ് ചിത്രീകരിക്കാൻ ശ്രമിച്ചത്. അത് മാത്രമല്ല, അങ്ങേക്ക് അനുകൂലമായി അന്ന് പറഞ്ഞ സാംസ്കാരിക നായകരെല്ലാം അത് ഒരു ഇടത് മൂല്യമല്ല, വ്യക്തിയുടെ മെച്ചങ്ങൾ പറയേണ്ട കാര്യമില്ല, അതൊരു തെറ്റായ നിലപാടാണ് എന്ന് പറയുന്ന തരത്തിലുള്ള ഒരു ഇടതുപക്ഷത്തിന്റെ സൈഡിൽ നിന്നെന്ന് തോന്നിക്കുന്ന തരത്തിലുള്ള വിമർശനവും അവിടെ തന്നെ ഉണ്ടായിട്ടുണ്ട്. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഈ തെരഞ്ഞെടുപ്പിൽ അങ്ങ് ഒരു മണ്ഡലത്തിലും മത്സരിക്കുന്നില്ല. അപ്പൊ അങ്ങേ അവഗണിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് വേറൊരു സെറ്റ് ഓഫ് വാർത്തകൾ വരുന്നത്. അപ്പൊ ഈ വൈചിത്ര്യങ്ങളെ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നത്? അല്ല, ഇത് എനിക്കതില് സത്യം പറഞ്ഞ ഒരു അത്ഭുതവും തോന്നിയിട്ടില്ല. അത്ഭുതം തോന്നിയ ഒരു കാര്യമുണ്ട്, അത് ഞാൻ പറയാം. പൊതുവിലൊരു അത്ഭുതം തോന്നിയിട്ടില്ല. കാരണം ഇതെല്ലാം പ്രതീക്ഷിക്കുന്നുണ്ട്. അന്തസ്സുള്ള ഒരു ആക്രമണം വലതുപക്ഷത്ത് നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയില്ല. എല്ലാ ആക്രമണങ്ങളും അന്തസ്സില്ലാത്തതായിരിക്കും. അത് ഈ ചുരുങ്ങിയ കാലത്തെ രാഷ്ട്രീയ പ്രവർത്തന അനുഭവം എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. തീർത്തും അന്തസ്സില്ലാത്ത ആക്രമണങ്ങളാണ്, മാന്യമല്ലാത്ത ആക്രമണങ്ങളാണ് രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി നമുക്ക് നേരിടേണ്ടി വരിക. അങ്ങനെയാണ് പൊതുവായൊരു രീതി ഇപ്പോൾ രൂപപ്പെട്ടു വന്നിട്ടുള്ളത്. പിന്നെ നിലമ്പൂരിൽ മത്സരിക്കുമ്പോഴുള്ളൊരു സ്ഥിതിയാണെങ്കിൽ അവിടെ ഇപ്പോൾ ബുദ്ധിജീവി എന്ന് പറഞ്ഞാൽ ഞാനൊരു ബുദ്ധിജീവിയാണെന്ന് ഇന്ന് വരെ ഞാൻ പറഞ്ഞിട്ടില്ല. എന്ന് മാത്രമല്ല, ഞാനൊരു ബുദ്ധിജീവി അല്ല എന്ന് പറയാൻ ഒരു മടിയും എനിക്കില്ല. ഞാനൊരു ബുദ്ധിജീവി അല്ല. അത് വേണമെങ്കിൽ മുദ്രപത്രത്തിൽ ഇനി എഴുതി ഒപ്പിട്ട് തരാം. ബുദ്ധിജീവി അല്ല. വളരെ സവിശേഷ ബുദ്ധിയുള്ള ആളുകളെയൊക്കെയാണ് ബുദ്ധിജീവി നമ്മൾ വിളിക്കാറുള്ളത്, വലിയ മഹാരഥന്മാരായ ആളുകൾ. നമുക്കിപ്പോൾ അങ്ങനെ അത്തരത്തിലുള്ള ആളുകളുമായി താരതമ്യപ്പെടുത്താവുന്ന ഒരു സവിശേഷ ബുദ്ധിവിശേഷവും ഇല്ല എന്ന് എനിക്ക് പൂർണ്ണമായ ഉറപ്പുണ്ട്. അപ്പോൾ നമ്മളൊക്കെ സാധാരണ മനുഷ്യരാണ്. സാധാരണഗതിയിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന മനുഷ്യരാണ് നമ്മളെല്ലാവരും. അങ്ങനെയുള്ളൂ. അപ്പോൾ ഇവർ തന്നെ പറയാണ് ബുദ്ധിജീവി എന്നിട്ട് ബുദ്ധിജീവി എന്ന് പറഞ്ഞ് ആക്ഷേപിക്കുകയാണ്. നമ്മുടെ അവകാശവാദമല്ല, നമ്മൾ പറഞ്ഞിട്ടുമില്ല. ഇപ്പോൾ പുസ്തകം വായിക്കുന്ന ആൾ, ഞാനൊരു മികച്ച പുസ്തക വായനക്കാരനാണ് എന്ന് ഇന്ന് വരെ പറഞ്ഞിട്ടില്ല. നിങ്ങളെൻ്റെ ഏത് അഭിമുഖവും എടുത്ത് നോക്കിക്കോളൂ. വായനയെക്കുറിച്ച് ഏതെങ്കിലും അഭിമുഖത്തിൽ ചോദ്യങ്ങൾ ചോദിച്ചാൽ അതിനെക്കുറിച്ച് വിശദീകരിച്ചിട്ടുണ്ടാവും, നമ്മുടെ അനുഭവങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും. പക്ഷേ അതിൽ പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുള്ളൊരു കാര്യം, ആഗ്രഹിക്കുന്നതിൻ്റെ 100-1 പോലും വായിക്കാൻ സാധിക്കാതെ പോയ ഒരാളാണ് ഞാൻ എന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ, അല്ലാതെ പറഞ്ഞിട്ടില്ല. ഞാൻ കണ്ടൊരു കാര്യം, അന്ന് തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യ ഘട്ടത്തിൽ ഒരു സ്വകാര്യ ടെലിവിഷൻ ചാനലിലെ ഒരു ചർച്ചയിൽ മുസ്ലിം ലീഗിൻ്റെ പ്രതിനിധിയായ ഒരു നേതാവ് എന്നെക്കുറിച്ച് കുറേ നല്ല വാക്കുകൾ പറഞ്ഞു.
അത് അവിശ്വസനീയമാണ്. എന്താ അങ്ങനെ പറഞ്ഞത് എനിക്കറിയില്ല. എനിക്ക് അദ്ദേഹമായിട്ട് നേരിട്ട് പരിചയമൊന്നുമില്ല. പക്ഷെ അദ്ദേഹം എന്നെക്കുറിച്ച് വളരെ നല്ല, സാധാരണ രാഷ്ട്രീയ പ്രതിയോഗികൾ പറയാത്ത നിലയിൽ കുറേ നല്ല കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു. അപ്പോൾ അദ്ദേഹം അങ്ങനെ പകർന്നപ്പോൾ നന്നായി പുസ്തകം വായിക്കുന്ന ആളാണെന്നൊക്കെ അദ്ദേഹം പറയുകയാണ്. അദ്ദേഹം എങ്ങനെയാണ് പറയുന്നത് പോലും എനിക്കറിയില്ല. ശ്രീ ഷാഫി ചാരി അദ്ദേഹം പറയുക. അപ്പോൾ അത് കഴിഞ്ഞതോടുകൂടി ഇത് വെച്ചിട്ടുള്ള ആക്രമണം വരികയാണ്, വായനക്കാരൻ എന്നൊക്കെ പറഞ്ഞു. ഇതാര് പറഞ്ഞു? നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾ പറയുന്നു, എന്നിട്ട് നിങ്ങൾ അത് വെച്ചിട്ട് എന്നെ ആക്രമിക്കാൻ വരുന്നു. അതൊക്കെയാണ് വലതുപക്ഷത്തിന്റെ ഭാഗത്തു നിന്ന് വരുന്ന നെറികെട്ട ആക്രമണങ്ങൾ. അപ്പോൾ അവർ തന്നെയാണ് ഇങ്ങനെ പറഞ്ഞ് ഒരു നരേറ്റീവ് ഉണ്ടാക്കുന്നു, എന്നിട്ട് അത് വെച്ച് ആക്രമണം നടത്തുന്നു. കൽപ്പറ്റ നാരായണൻ മാഷ് പറയുന്നു, വായന കൊണ്ട് എന്തു പ്രയോജനം? അതാണ് ഞാൻ പറഞ്ഞത്. അത് അത്ര പ്രതീക്ഷിച്ചൊരു കാര്യമല്ല. അദ്ദേഹം പൊതുവെ എഴുത്തും വായനയൊക്കെ ഉള്ള ഒരാളാണ്, കവിയാണ്, എഴുതുന്ന ഒരാളാണ്. അപ്പം അങ്ങനെയുള്ള ഒരാളിൽ നിന്നും ഇങ്ങനെ ഒരു അഭിപ്രായ പ്രകടനം തീർച്ചയായും അപ്രതീക്ഷിതമാണ്. അത് ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. അദ്ദേഹം വായന കൊണ്ട് എന്ത് പ്രയോജനം? അതുകൊണ്ട് ഒരു പ്രയോജനവും ഇല്ല എന്നും. കേരളത്തിലെ സാംസ്കാരിക പ്രവർത്തകർ ഇങ്ങനെ രാഷ്ട്രീയ പക്ഷപാതിത്വമൊന്നും കാണിക്കാൻ പാടില്ല, തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യണമെന്ന് പറയാനൊന്നും പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം വളരെ പ്രകോപിതനായി. പക്ഷെ എന്നെ അത്ഭുതപ്പെടുത്തിയ അദ്ദേഹം നിലമ്പൂരിൽ വന്നിട്ട് UDF വോട്ട് ചെയ്യണം എന്ന് ജനങ്ങളോട് അഭ്യർത്ഥിച്ചു. അപ്പൊ കൽപ്പറ്റ നാരായണൻ മാഷക്ക് UDF വോട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കാൻ അവകാശമുണ്ട്. ആ സ്വാതന്ത്ര്യം ഭദ്രമായിരിക്കണം എന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ മറ്റാരും ആർക്കും വോട്ട് ചെയ്യുന്നതിനെ കുറിച്ച് പറയാൻ പാടില്ല. ഏത് ലോകത്താണ് അദ്ദേഹം ജീവിക്കുന്നത്? അദ്ദേഹത്തിനുള്ള അതേ അവകാശം ഏത് മനുഷ്യനും ഉണ്ട്. അങ്ങനല്ലേ കാണേണ്ടത്? അദ്ദേഹം UDF വേണ്ടി വോട്ട് ചോദിച്ചു, ഞങ്ങൾ ആരെങ്കിലും അദ്ദേഹത്തെ ആക്ഷേപിച്ചില്ലല്ലോ. ഇപ്പോഴും അദ്ദേഹം UDF വോട്ട് ചോദിച്ചത് ശരിയായില്ലെന്നോ അദ്ദേഹം അവിടെ വരാൻ പാടില്ലായിരുന്നു എന്നോ നമ്മളാരും പറയുന്നില്ല. അദ്ദേഹത്തിന്റെ സ്വാതന്ത്ര്യമാണ്, അദ്ദേഹത്തിന് പറയാം, വരാം, അതിന് വോട്ടുണ്ടെങ്കിൽ ചെയ്യാം. പക്ഷെ ആ സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട്, അത് അംഗീകരിച്ചാൽ മതി. മറ്റ് സാംസ്കാരിക പ്രവർത്തകരൊക്കെ ഒരു നിലപാട് സ്വീകരിക്കുമ്പോൾ അതിനെ ആക്രമിക്കുകയും വിമർശിക്കുകയും ചെയ്യുക, എന്നാൽ അദ്ദേഹം ഈ നിലപാടൊക്കെ സ്വീകരിച്ച് പ്രചരിപ്പിക്കുകയും ചെയ്യുക. അത് അദ്ദേഹം മാത്രമല്ല, വേറെ 1-2 പേരുണ്ട്. ഞാൻ എല്ലാവരുടെയും പേരിലേക്ക് പോകുന്നില്ല. ഇദ്ദേഹത്തെ എല്ലാവരും അറിയുന്നതുകൊണ്ടും നമ്മളും ബഹുമാനത്തോടു കൂടി കണ്ടിരുന്ന ഒരാളായതുകൊണ്ട് ഇങ്ങനെ വിചിത്രമായ ഒരു നിലപാട് സ്വീകരിച്ചത് ഞാൻ പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ ഇതിൽ വേറെ പുതുമയൊന്നുമില്ല. ഞാനതിനൊന്നും വ്യക്തിപരമായിട്ട് കാണുന്നുമില്ല. എല്ലാം രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയ നിലപാട് നമ്മൾ സ്വീകരിക്കുന്നതിൻ്റെ ഭാഗമായി നേരിടേണ്ടി വരുന്ന ആക്രമണമാണ്. അപ്പോൾ അത് വലതുപക്ഷത്തു നിന്നാവുമ്പോൾ ഈ നിലവാരത്തിലൊക്കെയാണ് വരിക എന്ന് നമ്മൾ മനസ്സിലാക്കണം എന്ന് മാത്രമേ ഉള്ളൂ. നമ്മളത് ആദ്യമേ അങ്ങനെ പ്രതീക്ഷിക്കുന്നതായതുകൊണ്ട് അതിലൊരു പുതുമയൊന്നുമില്ല, അപ്രതീക്ഷിതമായ ഒന്നല്ല, അത്രയേ ഉള്ളൂ. വ്യക്തി കേന്ദ്രീകൃതമായിട്ടുള്ള, വ്യക്തി പൂജയിൽ അധിഷ്ഠിതമായിട്ടുള്ള, പൂജ എന്നുള്ള നിലയിൽ പറയേണ്ടതില്ല, പക്ഷെ വ്യക്തി എന്ന് പറയുന്ന നിലയിൽ ആളുകൾക്ക് ആരാധകരുണ്ടാവുന്നു, അവർക്ക് വലിയ തോതിലുള്ള ഫാൻ ഫോളോയിങ് സോഷ്യൽ മീഡിയയിലൊക്കെ ഉണ്ടാവുന്നു. അത് പതുക്കെ ഒരു രാഷ്ട്രീയ മൂലധനമായി മാറുകയും ഇവർക്ക് ഏത് വിഷയത്തിലും അഭിപ്രായം പറയാനും വലിയ തോതിലുള്ള ജനപിന്തുണ നേടിയെടുക്കാനും ഒക്കെ കഴിയുന്ന ഒരു സാഹചര്യം ഇന്നുണ്ട്. സോഷ്യൽ മീഡിയ ഉണ്ടാക്കി കൊടുത്തിട്ടുള്ള ഒരു സംഗതിയാണ്. ഇപ്പോൾ രാഘവ് ചദ്ദ എന്ന് പറഞ്ഞ ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മളെല്ലാം അത്ഭുതപ്പെടുത്തിക്കൊണ്ടൊരു രാഷ്ട്രീയ കൂറുമാറ്റം നടത്തിയ ആളാണ്. അത് മാത്രമല്ല, അദ്ദേഹം ഒപ്പം 6 ആളുകളെയും കൂടെ കൊണ്ടാണ് പോയത്. 2/3 റൂളിനെയൊക്കെ അദ്ദേഹം പുഷ്പം പോലെ മറികടന്നുകൊണ്ടാണ് അദ്ദേഹം സ്വന്തം പാർട്ടീനെ ഇല്ലാതാക്കി കളഞ്ഞത്. അതേപോലെ തന്നെ ഇപ്പൊ കേരളത്തിലെ ഷാഫി പറമ്പിൽ ആ തരത്തിൽ വലിയ തോതിലുള്ള ജനപിന്തുണ സോഷ്യൽ മീഡിയയിൽ ആർജിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഇത്തരത്തിൽ വ്യക്തി എന്ന നിലയിൽ നേടുന്ന ഒരു പിന്തുണയെ ഇടതുപക്ഷം സ്വാഭാവികമായി വലിയ തോതിൽ പ്രോത്സാഹിപ്പിക്കുന്നില്ല. പക്ഷേ മുൻപോട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനത്തിൽ നമ്മൾ ആളുകളെ ഇലക്ഷൻ മെറ്റീരിയൽ എന്ന് പറയും. ഇപ്പം അങ്ങയുടെ രാഷ്ട്രീയ പ്രവർത്തനം ചോദ്യം ചെയ്യപ്പെടാൻ പറ്റാത്ത ഒന്നായിരിക്കുമ്പോഴും തെരഞ്ഞെടുപ്പുകൾ വിജയിക്കാൻ പറ്റുന്ന ഒരു ഇലക്ഷൻ മെറ്റീരിയൽ അല്ല എന്ന അങ്ങയെ പറ്റിയ ഒരു വിമർശനം, അതൊരു വലതുപക്ഷ ടെർമിനോളജിയാണ്. പക്ഷെ ആ തരത്തിലൊരു വിമർശനം വരാറുണ്ട്. ഒരു സ്ഥലത്ത് നമുക്ക് തെരഞ്ഞെടുപ്പിൽ എവിടെ നിർത്തി ജയിപ്പിക്കാൻ കഴിയുമെന്ന് പറയുന്ന പോലത്തെ കുറെ ആളുകളെ ഈ തരത്തിൽ സോഷ്യൽ മീഡിയ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ആ കാലഘട്ടം മാറുന്നതിനനുസരിച്ച്, രാഷ്ട്രീയ ഭാവുകത്വം അങ്ങോട്ട് മാറുന്നതിനനുസരിച്ച് അത്തരത്തിലൊരു വ്യതിയാനം ഇടതുപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും വേണം എന്ന് അങ്ങേക്ക് തോന്നുന്നുണ്ടോ? അതായത് കുറച്ച് ചെറുപ്പക്കാരെ ഈ തരത്തിൽ സോഷ്യൽ മീഡിയ സെലിബ്രിറ്റികളായിട്ടുള്ള കുറച്ച് ചെറുപ്പക്കാർ ഇടതുപക്ഷത്ത് ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് ഏതെങ്കിലും കാലത്ത് അങ്ങേക്ക് തോന്നുന്നുണ്ടോ? സ്വയം അങ്ങനെ ഒരു ആവശ്യം അങ്ങേക്ക് തോന്നുന്നു? ഇല്ല, ഒരിക്കലും അങ്ങനെ തോന്നുന്നില്ല. മാത്രമല്ല, ഈ ഉപരിപ്ലവമായ ബഹളങ്ങളെ, ഘോഷങ്ങളെയൊന്നും ഞങ്ങൾ തെല്ലും മാനിക്കുന്നുമില്ല. ഞാനിപ്പോൾ നിങ്ങൾ ചോദിച്ചപ്പോൾ ഞാനിങ്ങനെ ഓർക്കുകയായിരുന്നു രാഘവ് ചദ്ദയെ കുറിച്ച് പറഞ്ഞപ്പോൾ. മുമ്പൊരിക്കൽ രാഘവ് ചദ്ദയെ കണ്ടു പഠിക്കണം എന്ന് എന്നെ ഉപദേശിച്ച ചില സോഷ്യൽ മീഡിയ ബുദ്ധിജീവികളുണ്ട്. അന്ന് ഞാൻ ചിരിച്ചിട്ടേ ഉള്ളൂ. കാരണം രാഘവ് ചദ്ദയെ എനിക്കറിയാം. അദ്ദേഹം ഞാനും കൂടി ഒരുമിച്ചൊരു പരിപാടിയിൽ ഒരാഴ്ചയോളം പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ
അദ്ദേഹത്തെ കണ്ടു പഠിക്കണം എന്ന് വേറൊരു പ്രത്യേക സംവാദത്തിൻ്റെ സാഹചര്യത്തിൽ, ഒരു രാഷ്ട്രീയ സന്ദർഭത്തിൽ എന്നെ സോഷ്യൽ മീഡിയ വഴി ഉപദേശിച്ച ചില സോഷ്യൽ മീഡിയ ബുദ്ധിജീവി എന്ന് പറയാമെന്ന് അറിയില്ല വ്യക്തിത്വങ്ങളുണ്ട്. ഞാൻ ഇപ്പോൾ ഇങ്ങനെ ആലോചിക്കായിരുന്നു, അവരൊക്കെ ഇപ്പോൾ അവരന്ന് പറഞ്ഞ ചിലപ്പോൾ മറന്നുപോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ പുതിയ ഉപദേശങ്ങൾ തയ്യാറാക്കുന്നതിൻ്റെ തിരക്കിലായിരിക്കും. അപ്പോൾ പഴയതൊക്കെ അപ്രസക്തമായി പോകും. അതവിടെ ഇരിക്കട്ടെ. ഞാൻ നിങ്ങളുടെ ചോദ്യത്തിൽ ആ പേര് വന്നുകൊണ്ട് കൗതുകപൂർവ്വം ഞാനത് കണ്ടു എന്നേ ഉള്ളൂ. ഞാൻ പറഞ്ഞു വന്നത്, ഞാൻ ഉൾപ്പെടെയുള്ള തലമുറ രാഷ്ട്രീയ പ്രവർത്തന രംഗത്തേക്ക് വന്നത് സോഷ്യൽ മീഡിയയുടെ കാലത്തിന് മുമ്പാണ്. സോഷ്യൽ മീഡിയയിലൂടെ വന്ന് രാഷ്ട്രീയ ഉത്തരവാദിത്വത്തിലേക്ക് കടന്നു വന്നവരല്ല ഞങ്ങളൊന്നുമല്ല. ഞങ്ങൾ രാഷ്ട്രീയ ഉത്തരവാദിത്വങ്ങൾ, ചെറുതല്ലാത്ത ഉത്തരവാദിത്വങ്ങൾ നിർവഹിക്കുന്ന കാലത്ത് സോഷ്യൽ മീഡിയ ഇങ്ങനെ സജീവമായിരുന്നില്ല. അതിൻ്റെ ഉൽപ്പന്നമല്ല. സോഷ്യൽ മീഡിയ ഒരു പുതിയ രാഷ്ട്രീയ സംസ്കാരത്തെ രൂപപ്പെടുത്തി എടുക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയയെ പൂർണ്ണമായി തള്ളിപ്പറഞ്ഞ് അവഗണിച്ചു പോകുന്ന ശൈലി ഞങ്ങൾ സ്വീകരിച്ചിട്ടുമില്ല. ഇപ്പം ഞാനും സോഷ്യൽ മീഡിയ തൊട്ടുകൂടാത്തതാണെന്ന് കരുതുന്ന ഒരാളല്ല. ഞാൻ സോഷ്യൽ മീഡിയയിലുണ്ട്. ഞാൻ ഫേസ്ബുക്കിലൊരു പേജ് എനിക്കുണ്ട്, ഒരു അക്കൗണ്ടുണ്ട്. എന്നാൽ എല്ലാ ദിവസവും സോഷ്യൽ മീഡിയ വഴി ജനങ്ങളെ ബന്ധപ്പെടുന്ന അല്ലെങ്കിൽ ജനങ്ങളുമായി സംവദിക്കുന്ന ഒരാളല്ല ഞാൻ. അപൂർവമായിട്ടാണ്. ചിലപ്പോൾ മാസത്തിൽ ഒരു പോസ്റ്റ് ഇട്ടേക്കാം, ചിലപ്പോൾ 2 മാസത്തിൽ ഒന്നാവാം, ചിലപ്പോൾ ഒരു മാസത്തിൽ 2 ആവാം, അത്രയൊക്കെ ഉള്ളൂ. എല്ലാ ദിവസവും സോഷ്യൽ മീഡിയയിൽ സാന്നിധ്യം അറിയിക്കുന്ന ഒരാളല്ല ഞാൻ. അങ്ങനെ സോഷ്യൽ മീഡിയയിൽ സദാസമയം സാന്നിധ്യം അറിയിക്കലാണ് രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ, വർത്തമാനകാല രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ പ്രധാന ഭാഗം എന്ന ചിന്ത എനിക്കില്ല. എന്നാൽ അങ്ങനെ ചിന്തയുള്ള കുറേ ആളുകളുണ്ട്. ഇപ്പോൾ എപ്പോഴെങ്കിലും ഒന്ന് ഒരു കുറിപ്പിട്ടാൽ ചിലപ്പോൾ അതിനോട് പ്രതികരിക്കുന്നവരുണ്ടാവും. ഓ, എവിടെയായിരുന്നു ഇത്ര കാലം, മാളത്തിൽ നിന്ന് പുറത്തിറങ്ങി നോക്കട്ടെ. അങ്ങനെ പറഞ്ഞാൽ എന്താണ് അർത്ഥം? കുറേ ആയിട്ട് സോഷ്യൽ മീഡിയയിൽ വന്നിട്ടില്ല. നിങ്ങൾ ഒന്നുകിൽ സോഷ്യൽ മീഡിയയിൽ സദാ സാന്നിധ്യം ഉണ്ടാവണം. രാവിലെ നിങ്ങളുടെ ഒരു ഫോട്ടോ, നിങ്ങൾ നടക്കുന്നൊരു ഫോട്ടോ, ഇരിക്കുന്നൊരു ഫോട്ടോ, ചിരിക്കുന്നൊരു ഫോട്ടോ, തിന്നുന്നൊരു ഫോട്ടോ, ഇങ്ങനെയുള്ള ഫോട്ടോ ഒക്കെ ഇട്ടുകൊണ്ടിരിക്കണം. അല്ലെങ്കിൽ നിങ്ങൾ ടെലിവിഷൻ ചാനലിൽ വരണം, വൈകിട്ടത്തെ ചർച്ചയിൽ വരണം, ചാനൽ പരിപാടികൾ ഇങ്ങനെ വരണം. ഇങ്ങനെ ഞാനിവിടെ ഉണ്ട് എന്നിങ്ങനെ അറിയിച്ചുകൊണ്ടേയിരിക്കണം. ഇല്ലെങ്കിൽ നിങ്ങൾ മരിച്ചുപോയി എന്ന് കരുതും. അപ്പോൾ നിങ്ങൾ മരിച്ചില്ലേ എന്ന് ആളുകൾ ചോദിക്കും. ഇവിടെ ഉണ്ടെന്ന് അറിയിക്കുവാൻ, അല്ലേ, മറ്റേ പി രാമേന്ദ്രന്റെ കവിത പറഞ്ഞു, മധുരമായൊരു ഭൂവൽ മാത്രം മതി എന്നൊക്കെ പറഞ്ഞ പോലെ വർത്തമാനകാല രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ മുഖം അങ്ങനെയാക്കി കുറേ വങ്കന്മാർ മാറ്റിയിട്ടുണ്ട്. അതായത് സോഷ്യൽ മീഡിയയിലും മെയിൻ സ്ട്രീം മീഡിയയിലും ഓരോ നിമിഷത്തിലും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം, ഞാനിവിടെ ഉണ്ട്, ഞാൻ മരിച്ചിട്ടില്ല, 10 മണിക്ക് മരിച്ചിട്ടില്ല, 11 മണിക്ക് മരിച്ചിട്ടില്ല, ഇവിടെ ഉണ്ട് ഉണ്ട് ഉണ്ട്, എന്നെ കാണൂ, എന്നെ കേൾക്കൂ പറഞ്ഞുകൊണ്ടേയിരിക്കണം. അത് തീർത്തും അരാഷ്ട്രീയമായ ഒരു രീതിയാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെയൊന്നും ആവശ്യമില്ല. നിങ്ങൾ നിങ്ങളുടെ ഉത്തരവാദിത്വങ്ങൾ നിർവഹിക്കുക. നിങ്ങളുടെ ഉത്തരവാദിത്വങ്ങൾ എന്താണെന്നുള്ളത് നിങ്ങളുടെ പാർട്ടിയോ സംഘടനയോ ഒക്കെ നിശ്ചയിച്ചിട്ടുള്ളതായിരിക്കാം. ആ ഉത്തരവാദിത്വങ്ങൾ നിർവഹിക്കുക. എന്നാൽ സോഷ്യൽ മീഡിയ തൊടാൻ പാടില്ലാത്തൊരു രംഗമാണ്, അങ്ങനെയൊന്നും കരുതേണ്ട കാര്യമില്ല. അത് കുറേ സാധ്യതകളെ തുറന്നു വരുന്നുണ്ട്. ആ സാധ്യതകൾ ഉപയോഗിക്കുക. നമുക്ക് നമ്മുടെ ആശയങ്ങൾ മുന്നോട്ട് വെക്കാം, നിലപാടുകൾ മുൻപോട്ട് വെക്കാം. അത് ആ നിലയിൽ പോകുന്നതാണ് ആരോഗ്യകരമെന്ന് ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ. അതല്ലാതെ ഇപ്പോൾ കുറേ നാൾ ഇതിലൊന്നും നമ്മൾ പ്രത്യക്ഷപ്പെട്ടില്ല, മെയിൻ സ്ട്രീം മീഡിയയിലോ സോഷ്യൽ മീഡിയയിലോ നമ്മൾ പ്രത്യക്ഷപ്പെട്ടില്ല എന്നതുകൊണ്ട് ജനം മറന്നുപോയി എന്ന് ഞാൻ കരുതുന്നില്ല. അങ്ങനെ മറന്നുപോയാൽ പോയിക്കോട്ടെ, ഒരു എല്ലായ്പ്പോഴും ഓർത്തിരിക്കണമെന്ന ഒരു നിർബന്ധവും ഞങ്ങൾക്കില്ല. ഇങ്ങനെയൊക്കെ ആയാലേ വർത്തമാനകാല രാഷ്ട്രീയത്തിൽ പിടിച്ചു നിൽക്കാൻ പറ്റൂ. അല്ലെങ്കിൽ നമ്മുടെ സമകാലിക രാഷ്ട്രീയ രംഗത്ത് നിൽക്കണമെങ്കിൽ, പ്രവർത്തിക്കണമെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞാൽ എൻ്റെ മറുപടി എനിക്കതിന് മനസ്സില്ല എന്നതാണ്. അങ്ങനെ മുൻപോട്ട് പോകാൻ, ഇപ്പോൾ ഈ ഒഴുക്കിനൊത്ത് മുൻപോട്ട് പോകാൻ മനസ്സില്ല, അത്ര തന്നെയുള്ളൂ. പിന്നെ തെരഞ്ഞെടുപ്പിലെ ജയപരാജയങ്ങൾ അതൊരിക്കലും വ്യക്തിപരമായി ഞാൻ കണ്ടിട്ടില്ല. ഇപ്പോൾ എവിടെ മത്സരിച്ചാലും തോൽക്കും എന്ന് പറഞ്ഞല്ലോ. ആദ്യം മത്സരിച്ച് ജയിച്ച ഒരാളാണ് ഞാൻ. അതെൻ്റെ ഒരു ജയമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. 25 കൊല്ലമായി കോൺഗ്രസ് സ്ഥിരമായി പ്രതിനിധാനം ചെയ്യുന്നൊരു മണ്ഡലം, അതും മഹാരഥരായിട്ടുള്ള പാർട്ടി നേതാക്കന്മാർ പരാജയപ്പെട്ടു പോയൊരു മണ്ഡലം. അവിടെ ആദ്യം മത്സരിച്ചപ്പോൾ ഞാൻ ജയിച്ചു. അതെൻ്റെ എന്തെങ്കിലും ഒരു മികവ് കൊണ്ടാണോ? എനിക്കങ്ങനെ തോന്നിയിട്ടില്ല, ഒരിക്കലും തോന്നിയിട്ടില്ല. ഞാനൊരു സാധാരണ യുവജന പ്രവർത്തകനായി പോയി മത്സരിച്ചതാണ്. അന്നത്തെ രാഷ്ട്രീയ സാഹചര്യം അതായിരുന്നു, ജയിച്ചു. തുടർന്നുള്ള തെരഞ്ഞെടുപ്പിൽ ജയിച്ചിട്ടില്ല. അതിൻ്റെതായ സാഹചര്യങ്ങളുണ്ട്. ഉപതെരഞ്ഞെടുപ്പിൽ പ്രത്യേകമായൊരു സാഹചര്യമാണ്. ആകെ 3 തെരഞ്ഞെടുപ്പിലാണ് ഞാൻ മത്സരിച്ചത്. ഇനി ജീവിതത്തിൽ മത്സരിച്ച എല്ലാ തെരഞ്ഞെടുപ്പിലും ജയിച്ചു എന്നാൽ അത് രാഷ്ട്രീയത്തിലെ ഏതെങ്കിലും ഒരു പ്രത്യേക യോഗ്യതയാണോ? അങ്ങനെയൊക്കെ വാഴ്ത്തുന്നവരുണ്ട്. ഇപ്പോൾ കോടിയേരി മരിച്ചപ്പോൾ ഞാനിപ്പോഴും ഓർക്കുന്നു, മലയാളത്തിലെ ഒരു പ്രധാന ടെലിവിഷൻ ചാനൽ പ്രത്യക്ഷപ്പെട്ട വാർത്തയിൽ ഒരു വാചകം ഇങ്ങനെയായിരുന്നു:
മുഖ്യമന്ത്രി ആയില്ല എന്നത് മാത്രമാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഒരു കുറവെന്നോ പരാജയം എന്നോ ഒരു വാക്ക് ഉപയോഗിച്ചിട്ട്. അപ്പോൾ എത്ര ഉപരിപ്ലവമായിട്ടും എത്ര കഴമ്പില്ലാത്തതുമായ ഒരു വിലയിരുത്തലിലേക്കാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടാൽ അതെങ്ങനെയാണ് വ്യക്തിപരമായൊരു തോൽവിയാവുന്നത്? നമ്മളെന്തോ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് ബലപരീക്ഷണത്തിന് പോയിട്ടുള്ളതാണ്. ഒരു നയത്തിൻ്റെ ഭാഗമായിട്ട് മത്സരിക്കുന്നു. ചിലപ്പോൾ ജയിക്കും, ചിലപ്പോൾ തോൽക്കും. തോറ്റാലും ജയിച്ചാലും ഞങ്ങളെല്ലാം സംബന്ധിച്ച് ഒരേപോലെ തന്നെയാണ്. ഇപ്പോൾ എത്ര വലിയ ആളുകൾ തെരഞ്ഞെടുപ്പിൽ തോറ്റിരിക്കുന്നു. ഇന്ദിരാഗാന്ധി തെരഞ്ഞെടുപ്പിൽ തോറ്റില്ലേ? അതുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ തോറ്റതിൻ്റെ പേരിൽ ഇന്ദിരാഗാന്ധി ആരെങ്കിലും വിലയിരുത്താറുണ്ടോ? അടിയന്തരാവസ്ഥയുടെ പേരിൽ വിലയിരുത്തും. തെരഞ്ഞെടുപ്പിൽ തോറ്റതിൻ്റെ പേരിലൊന്നും വിലയിരുത്തി കണ്ടിട്ടില്ല. അംബേദ്കർ തെരഞ്ഞെടുപ്പിൽ തോറ്റില്ലേ? അദ്ദേഹം മത്സരിച്ച തെരഞ്ഞെടുപ്പിലൊക്കെ തോറ്റുപോയ ഒരാളല്ലേ അംബേദ്കർ. എത്ര ആളുകൾ ഇപ്പോൾ UPA ഇന്ത്യ കൂട്ടായ്മയെ നയിക്കുന്നതെന്ന് കരുതപ്പെടുന്ന രാഹുൽ ഗാന്ധി അവിടെ തോറ്റിട്ടല്ല ഇവിടെ ഇങ്ങോട്ട് വന്നത്. ഞാൻ പറഞ്ഞു ഇതൊന്നും അങ്ങനെ വിലയിരുത്തേണ്ട ഒരു കാര്യമല്ല. തെരഞ്ഞെടുപ്പുകളിലെ ജയപരാജയം എന്ന് പറഞ്ഞാൽ അതിന് ആ തെരഞ്ഞെടുപ്പിൻ്റെതായ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട് എന്നതൊഴിച്ചാൽ ബാക്കിയുള്ളതെല്ലാം ഈ ഉള്ളുപൊള്ളയായ സോഷ്യൽ മീഡിയ ആക്ഷേപങ്ങളും ആക്രോശങ്ങളും ഒക്കെ. അതിവർക്ക് എന്ത് വേണമെങ്കിലും ആക്രോശിക്കാം. ജയിച്ചപ്പോൾ എന്തോ ഒരു വലിയ നേട്ടം ഉണ്ടായി എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. തോറ്റപ്പോൾ എന്തെങ്കിലും ഒരു വലിയ കോട്ടം ഉണ്ടായി എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അതിനെയൊക്കെ നിർമ്മമതയോടെ കാണുന്ന നിലപാടാണ് ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെത്. പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആ നിലയിലാണ് തെരഞ്ഞെടുപ്പുകളെ കാണുന്നത്. തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ ജയിച്ച് ഇന്ത്യയിൽ ഭൂരിപക്ഷം MP-മാർ CPIM-കാരായി മാറി പാർലമെന്റിൽ അധികാരത്തിൽ വന്ന് ആ അധികാരം ഉപയോഗിച്ച് ഇന്ത്യയിൽ സോഷ്യലിസം നടത്താമെന്ന് CPIM പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, എവിടെയും പറഞ്ഞിട്ടില്ല. അങ്ങനെ ചിന്തിച്ചിട്ട് പോലുമില്ല. അതല്ല ഞങ്ങളുടെ പ്രവർത്തന രീതി. പാർലമെന്ററി പ്രവർത്തനങ്ങളിൽ, അതായത് തെരഞ്ഞെടുപ്പിൽ CPIM പങ്കാളികളാവുന്നത് ഞങ്ങളുടെ രാഷ്ട്രീയം പ്രചരിപ്പിക്കാനാണ് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം ഞങ്ങൾക്ക് കെട്ടിവെച്ച പൈസ കിട്ടാത്ത ഏതൊക്കെ മണ്ഡലങ്ങൾ ഞങ്ങൾ മത്സരിക്കുന്നു ഉത്തരേന്ത്യയിൽ പലയിടത്തും. തോൽക്കുന്ന ഉറപ്പാണ്, എന്നിട്ടും മത്സരിക്കുന്നത് എന്താ? നമ്മുടെ രാഷ്ട്രീയം പ്രചരിപ്പിക്കാനുള്ളൊരു അവസരം. കേരളം പോലെ ചിലയിടത്തൊക്കെ ചിലപ്പോൾ ഒക്കെ ജയിക്കുന്നു, ചിലപ്പോൾ ഗവൺമെന്റ് ഉണ്ടാക്കാൻ പറ്റുന്നു. അങ്ങനെ ഉണ്ടാക്കാൻ പറ്റുന്ന ഘട്ടങ്ങളിൽ പെൻഷൻ കൂട്ടിക്കൊടുത്തും പുസ്തകം സമയത്തിന് കൊടുത്തും കുറച്ച് റോഡുണ്ടാക്കിയും കുറെ പേർക്ക് വീട് കൊടുത്തും അങ്ങനെ കുറെ നല്ല കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ തെരഞ്ഞെടുപ്പിലൂടെ സോഷ്യലിസം അങ്ങനെ ഒരു കാഴ്ചപ്പാടേ ഞങ്ങൾക്കില്ല. ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ വ്യത്യാസം, അതിന്റെ പ്രത്യേകത, സവിശേഷത മനസ്സിലാക്കാത്തവരാണ് പലപ്പോഴും തെരഞ്ഞെടുപ്പ് വെച്ച് ഇടതുപക്ഷത്തെ CPIM-നെ വിലയിരുത്താൻ വേണ്ടി വരുന്നത്. അത് വളരെ അപൂർണമാണെന്ന് മാത്രമേ പറയാനുള്ളൂ. അങ്ങയോട് ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ ഈ സംഭാഷണം അവസാനിപ്പിക്കാം. അതായത് കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം പരാജയപ്പെട്ടാൽ താങ്കൾ അതിനെ സംബന്ധിച്ച് ഫേസ്ബുക്കിൽ നടത്താൻ പോകുന്ന ഒരു പ്രതികരണം ഉണ്ടാവുമെന്നും ആ പ്രതികരണത്തെ ട്രോൾ ചെയ്യാമെന്നും വിചാരിച്ച് ആകാംക്ഷയോടുകൂടി കാത്തു നിൽക്കുന്ന ഒരു വലിയ വിഭാഗം കേരളത്തിലുണ്ടെന്ന് ജഡ്ജ് ചെയ്യാൻ കഴിയുന്ന ഒരാളാണ് ഞാനത് അങ്ങനെ മനസ്സിലാക്കുന്നുണ്ട് ആ തരത്തിൽ. കാരണം അതിന്റെ മുന്നൊരുക്കങ്ങൾ നമുക്ക് ഇപ്പുറത്ത് തന്നെ കേൾക്കാം. ചരിത്രത്തിൽ ഏതെങ്കിലും ഒരു സന്ദർഭം അങ്ങ് ഉപയോഗിക്കുമെന്നോ ഇന്ന ചരിത്ര പുസ്തകത്തിൽ നിന്ന് ഏതെങ്കിലും ഭാഗം അങ്ങ് അവിടെ ഉദാഹരിക്കുമെന്നോ ഒക്കെ ആളുകൾ കരുതുന്നുണ്ട്. കേരളത്തിലെ ഇടതുപക്ഷം ഈ തെരഞ്ഞെടുപ്പിൽ തോൽക്കുകയാണെങ്കിൽ പിന്നീട് അങ്ങോട്ട് പ്രതിപക്ഷ പ്രവർത്തനം നടത്തേണ്ടി വരുന്ന ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തും അധികാരം കൈയാളാത്ത ഒരു ഇടതുപക്ഷത്തിന് പിന്നെ എത്രമാത്രം പ്രസക്തരായി തുടരാൻ കഴിയുമെന്ന് അങ്ങ് കരുതുന്നുണ്ട്? അല്ലെങ്കിൽ എന്താണ് തോൽവിയെ നേരിടാൻ അങ്ങ് എന്തെങ്കിലും കരുതി വെച്ചിട്ടുണ്ടോ? ഇതിലൊന്ന്, LDF പരാജയപ്പെട്ടാലും വിജയിച്ചാലും ഒന്നാണല്ലോ സംഭവിക്കുക. അപ്പോൾ എങ്ങനെ ആയിരുന്നാലും ശരി, സ്വാഭാവികം ആ സാഹചര്യത്തോട് നമ്മൾ പ്രതികരിക്കുമല്ലോ. നമ്മൾ മൗനം പാലിക്കില്ല, നിശബ്ദമായിരിക്കില്ല, നമ്മൾ പ്രതികരിക്കും. അത് നമുക്കപ്പോൾ തോന്നുന്നതാണ്. ഇപ്പോൾ ഞാനൊരു പ്രതികരണം മനസ്സിൽ കരുതി വെച്ചിട്ടില്ല. ജയിച്ചാൽ ഇത് പറയാം, തോറ്റാൽ ഇത് പറയാം, അങ്ങനെയില്ല. പണ്ട് ഏതൊരു ജോലിസിനെ എഴുതി വെച്ചു എന്ന് പറഞ്ഞ പോലെ അങ്ങനെയുള്ള പരിപാടിയില്ല. ആ സമയത്ത് നമ്മുടെ മനസ്സിൽ തോന്നുന്ന ഒരു കാര്യമാണ് നമ്മൾ പറയുന്നത്. അപ്പൊ അത് ഈ ട്രോളുക എന്നൊക്കെ പറഞ്ഞാൽ പരിഹസിക്കുക എന്നുള്ളതിന്റെ ഒരു പരിഷ്കരിച്ച രൂപമാണ്. ഇപ്പൊ ചില ആളുകളുടെ ജീവിതം തന്നെ പരിഹസിക്കാൻ വേണ്ടിയുള്ളതാണ്. എനിക്ക് അത്തരം ജീവിതങ്ങളോടും താല്പര്യം തോന്നിയിട്ടില്ല. അതൊരു ശൈലിയായിട്ട് ഇപ്പോൾ കുഞ്ചൻ നമ്പ്യാരൊക്കെ സ്വീകരിച്ചൊരു ശൈലി പോലെ സാന്ദർഭികമായി ചിലപ്പോൾ ഒരു പരിഹാസത്തിനൊക്കെ ഒരു സ്പേസ് ഉണ്ടാവാം, അത്രേ ഉള്ളൂ. പക്ഷെ സ്ഥായി പ്രവർത്തന ശൈലിയായി, സ്ഥായി ഭാവമായി പരിഹാസം കൊണ്ടു നടക്കുന്നത് തീർത്തും കനമില്ലാത്ത മനുഷ്യരാണ്. അല്ലെങ്കിൽ പച്ചമലയാളത്തിൽ പറഞ്ഞ തല്ലിപ്പൊളികളായിട്ടുള്ള ആളുകളാണ്. അതിനൊന്നും നമ്മൾ കണക്കിലെടുക്കുന്നില്ല. പിന്നെ ഞാൻ എങ്ങനെയാണ് ഒരു വിഷയത്തിൽ പ്രതികരിക്കേണ്ടത് എന്ന് തീരുമാനിക്കുക ആത്യന്തികമായി ഞാൻ തന്നെയാണ്. അത് വേറെ ഒരാളുമില്ല. അത് എനിക്ക് സൗകര്യമുള്ള പോലെയാണ്, മനസ്സിലായില്ലേ? അത് CPIM എന്ന പാർട്ടി എന്നെ പരിശീലിപ്പിച്ചിട്ടുള്ള, അല്ലെങ്കിൽ എൻ്റെ കാഴ്ചപ്പാടുകളെ രൂപപ്പെടുത്തിയെടുത്തതിൻ്റെ പ്രത്യേകതകളൊക്കെ അതിലുണ്ടാവും. ആ ഒരു പ്രതലത്തിലാകും, ആ ഒരു അടിത്തറയിൽ നിന്നിട്ടാവും. അല്ലെങ്കിൽ ആരെങ്കിലും കളിയാക്കുമോ, ആക്ഷേപിക്കുമോ,
ആരെങ്കിലും തെറി വിളിക്കുമോ എന്ന് ആലോചിച്ചിട്ടല്ല നമ്മൾ ചെയ്യുന്നത്. ഓരോരുത്തർക്കും അവരവരുടേതായ നിയോഗങ്ങളുണ്ട് എന്ന് പറയാറുണ്ട്. ചിലരുടെ നിയോഗം തെറിവിളി മാത്രമാണ്, അതിനുവേണ്ടി സൃഷ്ടിക്കപ്പെട്ട മനുഷ്യരാണ് അല്ലേ, അവരെ നമുക്ക് തെറി മനുഷ്യർ എന്നൊക്കെ വിളിക്കാൻ പറ്റുവാണെങ്കിൽ. ചിലരുടേത് പരിഹാസം മാത്രമായിരിക്കും, ആക്ഷേപം മാത്രമായിരിക്കും. അതൊക്കെ നമുക്ക് സഹതാപത്തോടു കൂടി കാണേണ്ടതാണ്. മനുഷ്യരാകാൻ ഇനിയും സാധിച്ചിട്ടില്ലാത്ത പരിണാമ പ്രക്രിയയുടെ ഏതൊക്കെയോ ഘട്ടങ്ങളിൽ എത്തി നിൽക്കുന്ന ചില സഹജീവികളാണ്. അവരൊക്കെ എന്തെങ്കിലും മനുഷ്യരായിട്ട് വന്നാൽ നല്ലതെന്നേ ഉള്ളൂ. അതൊന്നും നമ്മളെ അലോസരപ്പെടുത്തുന്ന കാര്യമല്ല. നമ്മൾ നമ്മുടേതായ ശൈലിയിൽ, നമ്മുടേതായ ഭാഷയിൽ, രീതിയിലായിരിക്കും പ്രതികരിക്കുക. അത് അവസാന ശ്വാസം വരെയും അങ്ങനെ തന്നെയായിരിക്കും. പിന്നെ തെരഞ്ഞെടുപ്പിലെ ജയപരാജയം ഞാൻ നേരത്തെ പറഞ്ഞതിൻ്റെ തുടർച്ചയാണ്. ഒരു തെരഞ്ഞെടുപ്പിൽ ജയിച്ചു, അതോടുകൂടിയിട്ട് മതിമറന്ന് ആഹ്ലാദിച്ച് എല്ലാമായി എന്ന് കരുതി അഹങ്കരിച്ച് നടക്കുന്ന ഒരു രീതി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കില്ല. ജയിക്കുമ്പോൾ ആ ജയത്തിലൂടെ കൈവരുന്ന രാഷ്ട്രീയ ഉത്തരവാദിത്വം ജനങ്ങൾക്ക് വേണ്ടി ഫലപ്രദമായിട്ട് ഉപയോഗിക്കാൻ എന്ത് ചെയ്യാൻ കഴിയും എന്ന് ആലോചിക്കുക, കൂടുതൽ വിനയാന്വിതരാവുക, ജനങ്ങളോടൊപ്പം നിൽക്കുക, അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കുക. അതിന് ഈ വിജയത്തിലൂടെ കൈവന്ന രാഷ്ട്രീയ അധികാരം ഉപയോഗിക്കുക എന്നതാണ് ഉത്തരവാദിത്തമുള്ളവർ ചെയ്യേണ്ടത്. പരാജയപ്പെട്ടാൽ ഇതോടുകൂടി ലോകം അവസാനിച്ചു എന്ന് കരുതി വിഷമിച്ച് കൊടി മടക്കി വീട്ടിലിരിക്കുന്ന നിലപാടും ഇന്നുവരെ CPIM സ്വീകരിച്ചിട്ടില്ല. അപ്പം ഞാൻ ഓർക്കുന്നു, കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഒരു എക്സിറ്റ് പോൾ സർവേയിൽ ഇടുക്കി ജില്ലയിലെ ഞങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട നേതാവ് 30,000 അല്ല, ആ നേതാവ് പരാജയപ്പെടും എന്ന് എക്സിറ്റ് പോൾ പ്രവചിച്ചു. വലിയ വോട്ടിന് തോറ്റുപോകും എന്ന് പ്രവചിച്ചു. അപ്പോൾ എതിർ സ്ഥാനാർത്ഥിക്ക് വലിയ ആവേശമായി. അപ്പോൾ എതിർ സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ചു അദ്ദേഹം തോറ്റാൽ, കാരണം ജയിക്കുമെന്ന് ഉറപ്പാണ്, എക്സിറ്റ് പോൾ വരെ പറഞ്ഞിരിക്കുന്നു, അപ്പോൾ അദ്ദേഹം തോറ്റാൽ തല മുണ്ടനം ചെയ്യും എന്ന് അദ്ദേഹം പറഞ്ഞു. റിസൾട്ട് വന്നപ്പോൾ തോൽക്കും എന്ന് പറഞ്ഞ നേതാവ് 33,000 വോട്ടിന് ജയിച്ചു. അദ്ദേഹം തല മുണ്ടനം ചെയ്തു എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മളെ ജയിച്ച നേതാവ് പറഞ്ഞ് മുണ്ടനം ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, നമ്മളെ കുറച്ചുകൂടെ വലിയൊരു ഓഫർ വന്നു. അതെ, ഞാനത് മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ പറഞ്ഞത്. അപ്പോൾ ഇതൊക്കെ ഈ തെരഞ്ഞെടുപ്പിനെ അങ്ങേയറ്റം വ്യക്തി കേന്ദ്രീകൃതമായി കാണുന്നതിൻ്റെ ഒരു പ്രശ്നമാണ്. തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ മികവാണ്, ആശയമോ നിലപാടോ ഒന്നും പ്രശ്നമല്ല. അപ്പം തോറ്റു കഴിഞ്ഞാൽ വ്യക്തിയുടെ തോൽവിയാണ്. അപ്പം തല മുട്ടയടിക്കണം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നൊക്കെ തോന്നും. ഞങ്ങൾ അങ്ങനെയല്ല കാണുന്നത്. ഞങ്ങളൊരു തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടാൽ ജയിക്കേണ്ട ഒരു തെരഞ്ഞെടുപ്പാണ്, പക്ഷെ തോറ്റുപോയി. അപ്പം എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പരാജയം ഉണ്ടായത്? ജനങ്ങളുടെ പരിഗണനാ വിഷയങ്ങളിൽ എന്താണ് സംഭവിച്ചത്? നമുക്കെന്തെങ്കിലും പിശകുണ്ടോ? അങ്ങനെ സംഭവിക്കാം. എന്തുകൊണ്ട് നമുക്ക് പിശക് പറ്റിക്കൂടാ? പിശക് പറ്റുമല്ലോ. തെരഞ്ഞെടുപ്പിൽ ഇത്തരത്തിലുള്ള പരാജയങ്ങൾ, ഏതെങ്കിലും തരത്തിലുള്ള പരാജയങ്ങൾ വരുമ്പോൾ എന്തുകൊണ്ട് പരാജയം ഉണ്ടായി എന്ന് ഞങ്ങൾ ആഴത്തിൽ പരിശോധിക്കാറുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ അങ്ങനെയുള്ള പരിശോധനകൾ നടക്കും. അപ്പോൾ തിരുത്തേണ്ട എന്തെങ്കിലും ഉണ്ടെങ്കിൽ തിരുത്തണം, ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ടെങ്കിൽ ബോധ്യപ്പെടുത്തണം. ആ നിലയിലാണ് ഇതിനെ തെരഞ്ഞെടുപ്പ് ജയപരാജയങ്ങളെല്ലാം കാണാറുള്ളത്. അതിനപ്പുറത്തേക്ക് ഇതിനെയൊന്നും വലിയ പ്രാധാന്യത്തോടെ അതാണ് ലോകത്തിൻ്റെ അവസാനം എന്ന് നമ്മൾ കാണുന്നില്ല. ഇപ്പോൾ ഒരു സംസ്ഥാനത്തും അധികാരമില്ലാത്തപ്പോഴാണല്ലോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ത്യയിൽ പ്രവർത്തനം ആരംഭിച്ചത്. കേരളത്തിൽ കമ്മ്യൂണിസ്റ്റുകാർ പ്രവർത്തനം ആരംഭിക്കുമ്പോൾ ആകെ 4 പേരല്ലേ ഉള്ളൂ. കമ്മ്യൂണിസ്റ്റ് എന്ന് കേട്ടാൽ വെടിവെച്ച് കൊല്ലുന്നൊരു കാലമായിരുന്നു. എവിടെയെങ്കിലും രാഷ്ട്രീയ അധികാരമുണ്ടോ? ഇല്ല. അധികാരത്തിൻ്റെ തണലിൽ വളർന്ന പാർട്ടിയല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ലോകത്തിൽ എവിടെയും അങ്ങനെയല്ല. ചിലർക്കൊക്കെ അധികാരം പിടിച്ചെടുത്തിട്ടുണ്ട്, പക്ഷെ പ്രവർത്തനം ആരംഭിച്ചതും വളർന്നതും അധികാരത്തിൻ്റെ തണലിലല്ല. ലോകത്തിൽ ഇന്നും മഹാഭൂരിപക്ഷം രാജ്യങ്ങളിലും രാഷ്ട്രീയ അധികാരം ഇല്ലാതെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തിക്കുന്നത്. കേരളത്തിലും ഇന്ത്യയിലും നിരോധനം നേരിടേണ്ടി വന്ന പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. EMS ഉൾപ്പെടെയുള്ളവരുടെ നേതാക്കൾക്ക് തലയ്ക്ക് വരെ ഇട്ടിട്ടുണ്ട്. കമ്മ്യൂണിസ്റ്റ് എന്ന് കേട്ടാൽ അപ്പോൾ പിടിച്ച് ജയിലിലിടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ 1ാം പാർട്ടി കോൺഗ്രസിൽ പങ്കെടുത്ത പ്രതിനിധികളിൽ മഹാഭൂരിപക്ഷം പേരും ജയിൽവാസം അനുഭവിച്ച് വന്നവരായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ പ്രവർത്തന പശ്ചാത്തലം. രാഷ്ട്രീയ അധികാരവും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തനവും തമ്മിൽ നേരിട്ട് ബന്ധപ്പെടുത്താൻ കഴിയില്ല. അതിനുവേണ്ടിയുമല്ല. പാർലമെന്ററി ജനാധിപത്യത്തിൽ എപ്പോഴെങ്കിലും അധികാരം കിട്ടിയാൽ അത് ജനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുമെന്നേ ഉള്ളൂ. അതല്ലാതെ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന നിലയിൽ പ്രവർത്തിക്കാൻ ഞങ്ങൾക്ക് അധികാരത്തിൻ്റെ ആവശ്യമില്ല. നന്ദി കുമരേഷ്.